everyone, welcome to Franklin's Lectures. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിന്റെ സിലബസ് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് കാലത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെൽസും അതുപോലെ തന്നെ കൊറോഷൻ സയൻസും ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനെ രണ്ടാക്കിയിട്ടുണ്ട്. എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ്. അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. എന്താണ്? ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താന്ന് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കും. അതായത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെയും അതുപോലെ തന്നെ ഒരു ഓവറോൾ സെല്ലിന്റെ ഒക്കെ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് പിന്നെ പഠിക്കാം. പിന്നെ നമുക്ക് എന്തുണ്ട്? റെഫറൻസ് ഇലക്ട്രോഡ്സ് പഠിക്കാണ്ട്. അതിൽ തന്നെ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ, ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ കാലമൽ ഇലക്ട്രോഡ്. ഇങ്ങനെ രണ്ട് റെഫറൻസ് ഇലക്ട്രോഡ് പഠിക്കാണ്ട്. അതുപോലെ അവരുടെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ്, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡും അതുപോലെ ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് pH എങ്ങനെ മെഷർ ചെയ്യാം, ഇതാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ലിഥിയം അയോൺ ബാറ്ററിയും അതുപോലെ തന്നെ H2O2 ഫ്യൂൽ സെൽസും അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും. ഇത്രയാണ് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നുള്ള പാർട്ടിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് ആണ് നമ്മുടെ കൊറോഷൻ. കൊറോഷനിൽ പഠിക്കാനുള്ളത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസം. അതായത് കൊറോഷൻ മെക്കാനിസം ഇലക്ട്രോ കെമിക്കൽ മെത്തേഡിലുള്ള ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസം ആണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗാൽവാനിക് സീരീസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൊറോഷൻ കൺട്രോൾ മെത്തേഡ്സ്. അപ്പൊ കൊറോഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതായത് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ രണ്ട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ഫസ്റ്റ് മൊഡ്യൂളില് പഠിക്കാനുള്ളത്. നമുക്ക് ഈ മൊഡ്യൂള്, അതായത് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് ഉള്ള മൊഡ്യൂള് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുമാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അതിന്റെ മുന്നേ നമ്മൾ എന്തിനാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് പഠിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി ഒരുപാട് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഇത് മെറ്റൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിഫൈനിങ്. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഗോൾഡ്, ഈ ഗോൾഡിന് നമ്മൾക്ക് എന്താണ്, ഗോൾഡിന്റെ റിംഗ് ആണെങ്കിൽ ആ റിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതല്ലല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഗോൾഡിനെ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ മൈൻ ചെയ്ത സാധനത്തിന് എന്താണ്, ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് പ്യുവർ ഗോൾഡ് കിട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താക്കുന്നത്, ഒരു ഗോൾഡിന്റെ റിംഗ് ആണെങ്കിൽ റിംഗ്, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യാനും എക്സ്ട്രാക്ഷൻ ചെയ്യാനും നമ്മൾ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ എന്താണ് നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നമ്മൾ എനർജി സ്റ്റോറേജ് ആൻഡ് പവർ ജനറേഷൻ, അതായത് ഇതിൽ നമ്മൾ പറഞ്ഞു ലിഥിയം അയോൺ ബാറ്ററീസ് അതുപോലെ തന്നെ ഫ്യൂൽ സെൽസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, എനർജി സ്റ്റോറേജിനും അതുപോലെ തന്നെ നമ്മൾ പവർ ജനറേഷനും ഒക്കെ എന്താണ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ കൊറോഷൻ പ്രിവെൻഷൻ ഇൻ ഇൻഡസ്ട്രീസ്. അത് നമ്മൾ ഇതിൽ കൊറോഷൻ സയൻസ് തന്നെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ കൊറോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മെറ്റലിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ച് അത് കേടാവുന്നതാണ് കൊറോഷൻ. അപ്പൊ കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് ഒരുപാട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പോരാതെ നമ്മൾ വാട്ടർ ടാങ്കിലൊക്കെ നമുക്ക് ഈ കൊറോഷൻ പ്രിവെൻഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തൂടെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻഡ് സർഫസ് ഫിനിഷിംഗ്, അതായത് നമ്മുടെ ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ കോപ്പർ ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മളൊരു ടോപ്പിക് ആണ്. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ഈ വയേഴ്സിലൊക്കെ കോപ്പർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ അതെന്താണ്, അതിനൊരു സർഫസിനുള്ള ഒരു ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോപ്പർ ഇലക്ട്രോ പ്ലേറ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഗ്ലാസ് ഇലക്ട്രോഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതൊക്കെ എന്താണ്, നമുക്ക് ഒരു വാട്ടറിന്റെ pH മെഷർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അല്ലെ. pH മെഷർ ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മളിപ്പോൾ അഗ്രികൾച്ചർ എന്ത് കാര്യത്തിനാണെങ്കിലും വാട്ടറിന്റെ pH ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ വാട്ടറിന്റെ pH ഒക്കെ മെഷർ ചെയ്യാൻ ഗ്ലാസ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും. ആ ഗ്ലാസ് ഇലക്ട്രോഡ്സ് എന്താണ്, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിന്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഒരുപാടുണ്ട്. നമ്മളെ എക്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററീസിൽ, എനർജി സ്റ്റോറേജിൽ, അതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊറോഷനെ പ്രിവെന്റ് ചെയ്യാൻ, ഇങ്ങനത്തെ ഒക്കെ എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ കടക്കാം. ഓക്കെ,
നമ്മൾ ഫസ്റ്റ് ഇതിൽ എന്താ പഠിക്കുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിന്റെ ബ്രാഞ്ച് ആണ്. ഇതിൽ എന്തിനെ പറ്റി പഠിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ തന്നെ കെമിക്കൽ എനർജി, അതുപോലെ ഇതിന്റെ ഇന്റർ കൺവേർഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ഏതില്? ഇലക്ട്രോ കെമിസ്ട്രിയിൽ. നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ടു ഫോംസ് ഓഫ് എനർജി. രണ്ട് ഫോം ഓഫ് എനർജീസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി എന്നുള്ള പറഞ്ഞ രണ്ട് എനർജി ഫോംസിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെന്താ പഠിക്കുന്നത്? their inter conversion from one form to another. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, അതായത് ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കുക, അല്ലെങ്കിൽ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുക. ഇതൊക്കെയാണ് നമ്മൾ എന്തുള്ളത് ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിൽ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ energies, chemical energy and electrical energy and their interconversions from one form to another. അതായത് ഇതിൽ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി. അതായത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിനെ പറ്റിയിട്ടും കെമിക്കൽ എനർജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഇന്റർ കൺവേർഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൽ ഇന്റർ കൺവേർഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ആണ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അല്ലേ? അപ്പോ ഒരു സെൽ, ഒരു ബാറ്ററി, the cell which convert the chemical energy to electrical energy and it is called electrochemical cell. അതായത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലിനാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോകെമിക്കൽ സെൽ. എന്താ പറയാ? ഇലക്ട്രോകെമിക്കൽ സെൽ. ഓക്കെ. The cell which convert chemical energy to electrical energy is called electrochemical cell. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ്, അതായത് the cell which convert എന്താണ്? ഇലക്ട്രിക് എനർജി ടു കെമിക്കൽ എനർജിനെ എന്ത് പറയും? ഇലക്ട്രോലിറ്റിക് സെൽ. എന്താ പറയാ? ഇലക്ട്രോലിറ്റിക് സെൽ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് എനർജിനെ കെമിക്കൽ എനർജി ആക്കുകയാണെങ്കിൽ ആ സെല്ലിന് എന്താ പറയാ? ഇലക്ട്രോലിറ്റിക് സെൽ. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണെങ്കിലോ ഇലക്ട്രോ കെമിക്കൽ സെൽ. കെമിക്കൽ എനർജി വരുമ്പോൾ എന്താവും? ഇലക്ട്രോ കെമിക്കൽ സെൽ. അതായത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുമ്പോൾ അത് ഇലക്ട്രോ കെമിക്കൽ. ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കുമ്പോഴോ ഇലക്ട്രോലിറ്റിക് സെൽ. ഫസ്റ്റ് കെമിക്കൽ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ ആണ്. ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോലിറ്റിക്. അങ്ങനെ ആലോചിച്ച് നോക്കാം. അതായത് the cell which convert chemical energy to electrical energy is electrochemical cell. The cell which convert electric energy to chemical energy or electrolytic cell. Okay. അപ്പൊ എന്താണ്? ഇലക്ട്രോലിറ്റിക് സെൽ. ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടും മാറിപ്പോവരുത്. ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാണ്. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുമ്പോഴോ ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റാണ്. ഓക്കെ. അപ്പൊ നോക്കാം ഇനി എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോകെമിക്കൽ സെൽസ് ആൻഡ് ഇലക്ട്രോലിറ്റിക് സെൽസ്? ഇലക്ട്രോകെമിക്കൽ സെൽസും ഇലക്ട്രോലിറ്റിക് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ അതിന്റെ എന്താണ്? നമ്മൾ കൺവേർഷൻ ആണ്. ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാം. അപ്പൊ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെൽസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇലക്ട്രിക് എനർജിനെ എന്തായിട്ട് മാറ്റും? കെമിക്കൽ എനർജി ആക്കി മാറ്റും. അപ്പൊ ഒന്ന് പഠിച്ചാൽ മതി. അപ്പം എന്തൊക്കെ മറ്റേത് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ. അപ്പൊ ഇലക്ട്രോലിറ്റിക് ആകുമ്പോഴോ വിച്ച് കൺവേർട്ട് ദ ഇലക്ട്രിക് എനർജി ടു എന്താണ്? കെമിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെൽസും ഇലക്ട്രോകെമിക്കൽ സെൽസും മാറിപ്പോകരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിന്റെ EMF എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കും. ഓക്കെ. അപ്പൊ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ആവുമ്പോഴോ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. EMF എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ പഠിക്കും. ഓക്കെ. EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ EMF എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെൽസിന്റെ EMF നെഗറ്റീവ്. അടുത്തതാണ് ഫ്രീ എനർജി ചേഞ്ച്. ഗിബ്സ് എനർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എനർജിന്റെ ആ ഫ്രീ എനർജി ചേഞ്ച് ഇതിൽ ΔG ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ എന്താണ്? ഫ്രീ എനർജി, അതായത് ΔG, നമ്മളെ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അത് ഇലക്ട്രോലിറ്റിക് സെല്ലിലേക്ക് എത്തുമ്പോഴോ നമ്മുടെ ഫ്രീ എനർജി ചേഞ്ച് എന്തായി മാറും? പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ ഇവിടെ ആനോഡ് ടെർമിനൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിലോ ആനോഡ് ടെർമിനൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഒന്ന് പഠിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാം? അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ഫസ്റ്റ് നോക്കാം. അത് ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി.
ഇലക്ട്രോലൈറ്റിക് സെൽസോ വിച്ച് കൺവേർട്ട് ഇലക്ട്രിക് എനർജി ടു കെമിക്കൽ എനർജി. ഇവിടെ നമ്മുടെ EMF സെല്ലിന്റെ EMF എടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്. അതിന് പകരം ഇലക്ട്രോലൈറ്റിക് സെൽസിലോ അത് നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ എനർജി ചേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ എന്താണ്, ഡെൽറ്റ ജി എന്താണ്, നെഗറ്റീവ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെൽസിലോ അത് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ആനോഡ് ടെർമിനൽ, അതിന്റെ ആനോഡ് കാഥോഡ് ഉണ്ടാവല്ലോ. ഒരു സെല്ലിന് എന്തുണ്ടാവും, ഒരു ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. അപ്പോ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെൽസിൽ എന്തായിരിക്കും, ആനോഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്ത് ഇലക്ട്രോലൈറ്റിക് സെൽസും ഇലക്ട്രോ കെമിക്കൽ സെൽസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെൽസോ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഇപ്പൊ നമുക്ക് പഠിച്ചത്. നമ്മളിപ്പോ എന്തൊക്കെയാ ഫസ്റ്റ് പഠിച്ചത്, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെൽസും ഇലക്ട്രോ കെമിക്കൽ സെൽസും എന്താണെന്ന് പഠിച്ചത്. ഓക്കെ, ഈസി അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ്. അതായത് നമ്മുടെ ഒരു സൊല്യൂഷൻ എടുത്ത് വിചാരിക്കാം. ആ സൊല്യൂഷനിൽ എന്താവും, ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. ഈ ഇലക്ട്രോഡിന്റെ എന്താണ്, ടെൻഡൻസി ആണ്. ടെൻഡൻസി എന്താണ്, ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ആണ് എപ്പോഴും when it is put in its own solution. അതിന്റെ തന്നെ സൊല്യൂഷൻ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളൊരു സൊല്യൂഷൻ എടുത്തു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് അങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്തു. ആ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡ് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഇലക്ട്രോൺസിന് ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ഉള്ള ഒരു ഇലക്ട്രോഡിന്റെ ടെൻഡൻസിനെ നമ്മൾ എന്ത് പറയാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്, ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ്. എപ്പോഴാണ്, when it is immersed in a solution of its own ions. അതിന്റെ തന്നെ സൊല്യൂഷനിൽ അതിനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള അവരുടെ ടെൻഡൻസിനെ നമ്മൾ എന്ത് പറയാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് നമ്മളിപ്പോ ഒരു സിങ്ക് സൾഫേറ്റ് ZnSO4, ഓക്കെ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സിങ്കിന്റെ ഇലക്ട്രോഡ് എടുത്തു. ഒരു സിങ്കിന്റെ ഇലക്ട്രോഡ് എടുത്തു. എന്നിട്ട് ഞാൻ ഈ സിങ്കിന്റെ ഇലക്ട്രോഡിനെ ഇതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ സിങ്കിന്റെ ഇലക്ട്രോഡിന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ലൂസ് ആവും, അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടല്ലോ, സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ അല്ല, ആദ്യത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ സിങ്കിക്ക് പോകും. അപ്പൊ ഉണ്ടാവുന്ന അവരുടെ ടെൻഡൻസി ഉണ്ടല്ലോ, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്കും ഒന്നെങ്കിൽ അങ്ങോട്ട് പോവാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസിനെ നമ്മൾ എന്ത് പറയാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദ ടെൻഡൻസി ഓഫ് ലോസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് when it is immersed in the salt solution, their own salt solution. അവരുടെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ നമുക്ക് ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിനെ നമ്മൾ എന്ത് പറയാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും രണ്ടാമത്തേതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ടെൻഡൻസി ഓഫ് ലൂസ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഓക്സിഡേഷൻ എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോൺസിനെ നമുക്ക് ഗെയിൻ ചെയ്യുന്നതിന് എന്താ പറയാ, റിഡക്ഷൻ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോൺ ടു ലൂസ് ഇലക്ട്രോൺ. എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോൺ ടു ലൂസ് ഇലക്ട്രോൺ. എപ്പോഴാണ്, when it is immersed in a solution of its own salt. അതായത് അതിന്റെ തന്നെ സൊല്യൂഷനിൽ നമ്മൾ അതിനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോഡ് എന്താണ്, ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് എടുക്കാം, ഒരു മെറ്റൽ എടുത്തു, ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്തു. ഓക്കെ, ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു, സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അതിന് ഇലക്ട്രോൺസിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നടക്കുന്നത്. അതായത് നമ്മളൊരു M എന്ന് പറഞ്ഞ മെറ്റൽ, ഏതാ സിങ്ക് ആവട്ടെ കോപ്പർ ആവട്ടെ, ആ മെറ്റലിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, റിലീസ് ചെയ്തത് എന്തായി മാറും, Mn+ ആയി മാറും. ഇപ്പൊ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായി മാറും, സിങ്ക് 2++2 ഇലക്ട്രോൺ ആയി മാറും. മനസ്സിലായോ? അതായത് ആ ഇലക്ട്രോഡിന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് റിലീസ് ആയിട്ട് അത് സിങ്ക് 2+ എന്ന് പറഞ്ഞൊരു അൺസ്റ്റേബിൾ ഒരു പൊസിഷനിക്ക് മാറും. അതാണ് നമ്മുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അവിടെ ലോസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഗെയിൻ ആയിരിക്കും. ഓക്കെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഇലക്ട്രോൺസ് ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. ഇത് ആ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ എന്തായിരിക്കും, ഇവിടെ നമുക്ക് ലോസ് ചെയ്തെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക, ഗെയിൻ ആയിരിക്കും. Mn+
ഇലക്ട്രോൺസിനെ കിട്ടിയിട്ട് അതെന്തായി മാറും? പ്യുവർ മെറ്റൽ ആയിട്ട് മാറും. അതായത് അവിടുന്ന് ഇലക്ട്രോൺസിനെ എടുത്തിട്ട് ഇതെന്തായി മാറും? മെറ്റൽ ആയിട്ട് മാറും. അതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ് ഇവിടെ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. The tendency of gain of electrons when it is immersed in a solution of its own ions. അതിന്റെ തന്നെ അയോൺസിന്റെ സൊല്യൂഷൻ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അതിന് കിട്ടുന്നുണ്ട്, അതിന് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ആണ്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാലോ ലോസ് ആണ്. അങ്ങനെ ആലോചിക്കാം. ഓക്സിഡേഷൻ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് ഒക്കെ എന്താണ്? പോവാണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോഴോ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. ലോസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലായോ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ when it is immersed in a solution of its own salt. അതിന്റെ തന്നെ സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോഡിൽ നിന്ന് റിമൂവ് ആവും, അല്ലെങ്കിൽ അതിലോട്ട് വരും. ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്ത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇലക്ട്രോൺ ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുന്നതാണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കാം. അതെന്താണ്? അതും ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ. അത് തന്നെയാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് സിംഗിൾ ഇലക്ട്രോഡ് ആവുമ്പോൾ എന്താവും? ഇറ്റ് ഈസ് എ മെഷർമെന്റ് ആവും. ആ ഒരു മെഷർമെന്റിനെ നമ്മൾ എന്ത് പറയാ? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഇറ്റ് ഈസ് എ മെഷർമെന്റ് ഓഫ് ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺ ടു ലൂസ് ഓർ ഗെയിൻ എന്ത്? ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ സോൾട്ട്. അതായത് നമ്മുടെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള ഇലക്ട്രോഡ്സിന്റെ കഴിവുണ്ടല്ലോ, ഇലക്ട്രോഡിന്റെ കഴിവിനെ എന്താണ്? അതിന്റെ മെഷർമെന്റിനെ നമ്മൾ എന്ത് പറയാ? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എ മെറ്റാലിക് ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ സോൾട്ട്. അതായത് നമ്മുടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ലൂസ് ഓർ ഗെയിനോ നടക്കും. ഇലക്ട്രോൺസിന് ലോസ് ഓർ ഗെയിൻ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ മെഷർമെന്റിനെ നമ്മൾ എന്ത് പറയാ? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അവിടെ ലോസ് ഓർ ഇലക്ട്രോൺസിന് ലോസ് ഓർ ഗെയിൻ നടക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ എന്താണ് ടെൻഡൻസിന്റെ മെഷർമെന്റിനെ നമ്മൾ എന്ത് പറയും? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇ. നമ്മൾ ഇ വെച്ചിട്ടാണ് എന്താണ് സിംഗിൾ ഇലക്ട്രോഡിനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ അതും എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ ലൂസ് ചെയ്യുമ്പോഴുള്ള മെഷർമെന്റ്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോഴുള്ള മെഷർമെന്റ്. അപ്പം നമുക്ക് ഓക്സിഡേഷനും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ റിഡക്ഷനും പഠിക്കാനുണ്ട്. എന്താണ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫോർ എക്സാമ്പിൾ കോപ്പർ എടുത്തു. ആ കോപ്പറിന് എന്ത് ചെയ്തു? കോപ്പറിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ കോപ്പറിന്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. ഓക്കെ, കോപ്പറിന്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കും? ഒന്നെങ്കിൽ അതിന് ഇലക്ട്രോൺസ് ഫുൾ എന്ത് ചെയ്തു? ഈ കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഇലക്ട്രോഡിന് എന്താണ് അതിലുള്ള ഇലക്ട്രോൺസ് മൊത്തം എന്ത് ചെയ്തു? ഈ സൊല്യൂഷനിക്ക് ഇങ്ങനെ പോയി. സൊല്യൂഷനിക്ക് പോയപ്പോ അതിന് ഇലക്ട്രോൺസ് ലൂസ് ആയില്ലേ? അപ്പൊ അവിടെ എന്ത് നടക്കും? ഓക്സിഡേഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ മെഷർമെന്റ് ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിഡേഷൻ. ഓക്സിഡേഷന്റെ നടക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എന്ത്? സിങ്ക് ആണ്. അതായത് നമ്മളൊരു സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തു. ഓക്കെ, അതിലെന്ത് ചെയ്തു? സിങ്കിന്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പോകില്ലേ? ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ലൂസ് ആയി അല്ലേ? അപ്പൊ അവിടെ ആയിട്ടാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിഡേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ സിങ്ക് ആണെന്ന് വിചാരിക്കുക. സിങ്കിന് ഇലക്ട്രോൺസ് പോയി എന്തായി മാറും? സിങ്ക് 2++2 ഇലക്ട്രോൺസ്. ഇതാണ് ഇവിടെ ഈ മെറ്റലിന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ലൂസ് ആയിട്ട് അത് Mn+ എന്നുള്ള ഫോമൊക്കെ മാറും. അതാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നോക്കാം, അതിന് എക്സാമ്പിൾ ആണ് എന്ത്? സിങ്ക് ഇലക്ട്രോഡ്. എന്താണ്? സിങ്ക് ഇലക്ട്രോഡ്. ഇനി റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ. ഇതന്നെ സെയിം പ്രൊസീജിയർ തന്നെ. അതായത് കോപ്പർ സൾഫേറ്റ്, അവിടെ സിങ്ക് സൾഫേറ്റിന് പകരം നമ്മുടെ കോപ്പർ സൾഫേറ്റും കോപ്പർ എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്തു? ഇലക്ട്രോൺസ് മുഴുവൻ ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, നമ്മുടെ ഇലക്ട്രോഡിലേക്ക് പോവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാം? റിഡക്ഷൻ. ഓക്കെ, ഇവിടെ ഇപ്പൊ കോപ്പർ 2+ ആണെന്ന് വിചാരിക്കാം. അതിനെന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് അത് എന്തായി മാറും? കോപ്പർ മെറ്റലായി മാറും. ഇതാണ് റിഡക്ഷനിൽ സംഭവിക്കുന്നത്. തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞത് ഓക്സിഡേഷനും റിഡക്ഷനും മാറിപ്പോകരുത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന് ലൂസ് ആവാണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോഴോ ഇലക്ട്രോണിന് ഗെയിൻ ആവാണ്. ഇത് മാറിപ്പോകരുത്. ഇത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴൊന്നും മാറിപ്പോകരുത്. ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. അതുപോലെ നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഒരുപാട് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യും. അതിൽപ്പെട്ട ഫാക്ടർ ആണ് നേച്ചർ ഓഫ് ദ മെറ്റൽ. എന്താണ് നേച്ചർ ഓഫ് ദ മെറ്റൽ? അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ, ടെമ്പറേച്ചർ.
ഈ 3 ഫാക്ടേഴ്സും എന്താണ് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദ അയോൺസ് ഓഫ് ദ സൊല്യൂഷൻ, നേച്ചർ ഓഫ് ദ മെറ്റൽ, മെറ്റലിന്റെ നേച്ചർ, അതുപോലെ തന്നെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് പഠിക്കാൻ പോണതാണ് ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇത് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്ത്? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇതാണ് എന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ is the formation of two oppositely charged layers at the electrode electrolyte interface whose charge separation gives rise to single electrode potential. അതായത് ഇപ്പൊ നമുക്കറിയാം, ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സൊല്യൂഷൻ എടുത്തു. ഇപ്പൊ സൊല്യൂഷൻ എടുത്തേ, അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. അപ്പൊ അത് സിങ്ക് ആണെന്ന് വിചാരിക്കുക, സിങ്ക് സൾഫേറ്റ്. അപ്പൊ നമ്മൾ സിങ്കിന്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. സിങ്കിന്റെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഇലക്ട്രോൺസ് ഒക്കെ പോയിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് ഇത് കണ്ട, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ, ഇതിന് ഫുൾ പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഈ സിങ്ക് സൾഫേറ്റിൽ എന്തുണ്ടാവും? സിങ്ക് 2+ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ SO4 2- ഉണ്ടായിരിക്കും. ആ നെഗറ്റീവ് അയോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ പോസിറ്റീവ് അല്ലേ, അപ്പൊ പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് അയോൺസ് ഒക്കെ ഇതിന്റെ അടുത്തേക്ക് വരും അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ട് ചെയ്യൂലേ. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഇവിടുത്തെ അയോൺസിനെ അട്രാക്ട് ചെയ്യാൻ ആര് വരും? നമ്മുടെ സൊല്യൂഷനിലുള്ള നെഗറ്റീവ് അയോൺസ് വന്നിട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെ ഈ പോസിറ്റീവ് അയോൺസും ഈ നെഗറ്റീവ് അയോൺസ് തമ്മിൽ ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ആ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് തമ്മിൽ അട്രാക്ട് ചെയ്തിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിനെ നമ്മൾ എന്ത് പറയാം? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിപ്പോ സിങ്ക് ആണെന്ന് വിചാരിക്കാം. ഇതെന്താണ്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഈ സിങ്കിൽ എന്തുണ്ടാവും? ഒരുപാട് സിങ്ക് 2+ അയോൺസ് ഉണ്ടാവും ഇല്ലേ? സിങ്ക് 2+ അയോൺസ് ഉണ്ടാവും. ഈ അയോൺസ് ഒക്കെ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ഈ അയോൺസിനെ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്തു? ഇവിടെ ഫുൾ അക്യുമുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇതെന്ത് സൊല്യൂഷൻ ആണ്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതിന്റെ സൊല്യൂഷൻ ആണ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? സിങ്ക് 2+ അയോൺസ് ഉണ്ട്, SO4 2- അയോൺസ് ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് അയോൺസ് ഉണ്ടല്ലോ, അതായത് SO4 2- അയോൺസ്, ഈ അയോൺസ് എന്ത് ചെയ്യും? നമ്മുടെ പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പൊ പോസിറ്റീവ് ചാർജിനെ കാണുമ്പോൾ നെഗറ്റീവ് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് പോകും, അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ നമ്മുടെ SO4 2- ആയിട്ടുള്ള അയോൺസ്, നെഗറ്റീവ് അയോൺസ് ഒക്കെ ഇവിടെ വന്ന് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും? അവ തമ്മിൽ ഒരു ലെയർ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ആ ഫോം ചെയ്യുന്ന ലെയറിനാണ് നമ്മൾ എന്ത് പറയാ? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അതന്നെയാണ്. അത് ഇവിടെ പോസിറ്റീവ് ആയപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നെഗറ്റീവ് അയോൺസ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്തു. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നെഗറ്റീവ്, അതിനുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ, ആ നെഗറ്റീവ് അയോൺസ് ഫുള്ള് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ആരാണ് ഇവിടെ അട്രാക്ട് ചെയ്യാൻ വരിക? സൊല്യൂഷന്റെ പോസിറ്റീവ് അയോൺസ് ഇങ്ങോട്ട് വരും. അപ്പൊ സൊല്യൂഷനിലുള്ള പോസിറ്റീവ് അയോൺസ് വന്ന് ഇവർ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ഷൻ ഇവിടെ നടക്കും. ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവും അട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിനാണ് നമ്മൾ എന്ത് പറയാ? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇതെന്താണ്? നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ആണ് എന്ത്? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അതായത് നമ്മൾ സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? ഇലക്ട്രോഡിന് എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജ്. ആ പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷനിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ചാർജും ഈ ഇലക്ട്രോഡിന്റെ പോസിറ്റീവ് ചാർജും നമ്മൾ എന്ത് ചെയ്യും? അട്രാക്ഷൻ സംഭവിക്കും. അട്രാക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോഡിന്റെ ചുറ്റും എന്ത് ചെയ്യും? ഒരു ലെയർ ഫോം ചെയ്യും. അതായത് അവർ അട്രാക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറിനാണ് നമ്മൾ എന്ത് പറയാ? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് നേൺസ്റ്റ് ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ്? നമ്മൾക്ക് ഇതിൽ ആകെ പഠിക്കാനുള്ളത് ആ ഇക്വേഷൻ എന്താണെന്ന് മാത്രമാണ് പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻസ് ഉള്ള പ്രോബ്ലംസ് ആണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഇക്വേഷൻ എന്താണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഇക്വേഷൻ എന്ന്. ഓക്കെ, E is equal to E0 minus 0.0591 by n log Q. ഇതാണ് നമ്മുടെ എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്ത്?
E is equal to E0 minus 0.0591 log Q. ഇതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിലുള്ള ഓരോന്നും എന്താ നോക്കാം. നമ്മൾ ഇവിടെ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് അല്ലെ, നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് ഇവിടെ എഴുതി വെക്കാം ഇതിലുള്ള ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻസും എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, E is equal to എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് ഇപ്പൊ എന്ത് സാധനമാണെങ്കിൽ മുകളിൽ 0, ഈ 0 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ആയി മാറും. എന്താണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അപ്പൊ നോക്കാം. അപ്പൊ ഈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി പിന്നെ ആരാ ഉള്ളത്, N ഉണ്ട്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N. എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ ഉള്ള ഒരാളാണ് എന്ത്, ലോഗ് ക്യൂ. എന്താണ് ലോഗ് ക്യൂ നോക്കാം. ലോഗ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് നമ്മൾ പറയാം. ലോഗ് ക്യൂന് എന്താ പറയാ, റിയാക്ഷൻ കോഷ്യന്റ്. ലോഗ് ക്യൂ എന്ന് പറഞ്ഞാലാണ് റിയാക്ഷൻ കോഷ്യന്റ് ആണ് ലോഗ് ക്യൂ. ഈ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോഗ് ക്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എന്താ, നമ്മളെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ എന്താവും, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, റിയാക്റ്റൻസ് ഉണ്ടായിരിക്കും. അതെന്താണ്, ഇത് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് ആണ് എന്ത്, റിയാക്ഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ ലോഗ് ക്യൂ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിയാക്ഷൻ എടുത്തു, അതായത് Mn പ്ലസ് N ഇലക്ട്രോൺ ഗിവ്സ് M എന്നങ്ങനെ നമ്മൾ ഒരു റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഈ റിയാക്ഷന്റെ റിയാക്ഷൻ കോഷ്യന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ലോഗ് ക്യൂ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് M. നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഈ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ എന്ത് കോൺസെൻട്രേഷൻ ഡിനോട്ട് ചെയ്യാം. അപ്പൊ നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്, അത് ഇവിടെ പ്രൊഡക്റ്റ് ആരാണ്, M അല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് Mn പ്ലസ് ഇലക്ട്രോൺ ഹോൾ റേസ് ടു N. നമ്മൾ ഇവിടെ ഉള്ള ഇതിനെന്ത് ചെയ്യും, ഹോൾ റേസ് ടു കോഎഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇതാണ് റിയാക്ഷൻ കോഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള എല്ലാവരും ആയല്ലോ. E is equal to E0 minus 0.0591 by N log Q. ഇതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിൽ ഈ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 എന്ന് പറഞ്ഞാലോ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. N is equal to എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ ലോഗ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ കോഷ്യന്റ്. ഈ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിയാക്ഷൻ എടുത്തെന്ന് വിചാരിക്കും, അതിലുള്ള പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, ലോഗ് ക്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ്. ഇതാണ് നമ്മുടെ എന്ത്, നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ്. സിംഗിൾ ഇലക്ട്രോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്താവും വരാൻ നോക്കാം. ഓക്കെ, നമുക്കറിയാം നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, E is equal to E0 minus 0.0591 by N log Q ആണ് അല്ലേ. ഇതാണ് നമ്മളിപ്പോ മുന്നേ പഠിച്ചത്. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നമ്മൾ പഠിച്ചില്ലേ. ഇതാ E is equal to E0 minus 0.0591 divided by N log Q. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡിന്റെ ഇക്വേഷൻ. ഓക്കെ, നോക്കാം എന്താണെന്നുള്ളത്. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സിംഗിൾ ഇലക്ട്രോഡ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. M is equal to Mn plus N ഇലക്ട്രോൺസ് ഗീവ് എന്ത്, M ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിന്റെ ലോഗ് ക്യൂ എഴുതാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ലോഗ് ക്യൂ എഴുതാണ്. അപ്പൊ ലോഗ് ക്യൂ എഴുതുന്ന സമയത്ത് നോക്കാം, ലോഗ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റിൻ്റെത്. ഓക്കെ, ഇങ്ങനെയാണല്ലോ വരിക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. ഒരു പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇലക്ട്രോൺസ് ആണല്ലോ ഇത് അല്ലേ, ഇതെന്താണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും എന്താണ്, ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും 1 ആണ്. അപ്പോൾ ഒരു പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണെങ്കിലും അതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും,
1 ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആക്കി എടുത്തു. അപ്പൊ നമ്മുടെ ലോഗ് ക്യൂ എന്തായി മാറും? ലോഗ് ക്യൂ ഈസ് ഈക്വൽ ടു 1/mn+ ആയി മാറും. ഇതെന്താണ്? ഇൻറ്റു 1 അല്ലേ? 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിയാക്ഷൻ കോഷ്യന്റ് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതെന്ത് ചെയ്യാൻ? നമ്മൾ ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നോക്കാം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591/n ലോഗ് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ എന്ത് ചെയ്തു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലോഗ് 1/mn+. ഇതാണ് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591/n ലോഗ് 1/mn+. ഓക്കെ, ഈ എമ്മിന്റെ സ്ഥാനത്ത് ഏത് ആവാം, ഏത് മെറ്റലാവാം, ഏത് ഇലക്ട്രോൺസും ആയിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ്. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591/n ലോഗ് ക്യൂ ആണ്. ഇത് ലോഗ് ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ പ്യുവർ മെറ്റലിന് എന്ത് കൊടുത്തു? 1 എന്നുള്ളത് കൊടുത്തു. പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനും 1 കൊടുത്തു. അപ്പൊ നമ്മൾ ഈ ലോഗ് ക്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1/the concentration of Mn+ കിട്ടി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ്. ഇതെന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ് ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്താണ്? ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ലോഗ് 1/mn+. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതെന്താ വന്നത്? ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് ക്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിംഗിൾ ഇലക്ട്രോഡിന്റെ ഇക്വേഷനും പഠിച്ചു. ഓക്കെ, നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എഴുതി. എന്താ നമ്മുടെ ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591/n ലോഗ് ക്യൂ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ അല്ലേ? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് സെൽ, ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു റിയാക്ഷൻ, അതായത് വെറുതെ നമ്മൾ ഒരു റിയാക്ഷൻ എഴുതാണ്. AA plus BB gives എന്ത്? CC plus DD. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ഷൻ. നമ്മുടെ റിയാക്ഷൻ എന്താണ്? AA plus BB gives CC plus DD. ഓക്കെ, ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷൻ കോഷ്യന്റ് ലോഗ് ക്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്തു? ലോഗ് ക്യൂ കാണാൻ പോവാണ്. ലോഗ് ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എഴുതി. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്താണ്? C ഹോൾ റൈസ് ടു C. അതായത് നമ്മൾ പറഞ്ഞു ഈ സൈഡിലുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ കോഷ്യന്റ് ആയിട്ട് കൊടുക്കണം, കോഎഫിഷ്യന്റ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ആയിട്ട് കൊടുക്കണം അവിടെ. നെക്സ്റ്റ് ആണ് D അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടെ ആരാണ്? റിയാക്ടൻസ് ആരൊക്കെയാണ്? എയും ബിയും ആണല്ലോ. അപ്പൊ അത് കൊടുക്കാം. ഓക്കെ, A ഹോൾ റൈസ് ടു A, B ഹോൾ റൈസ് ടു B. എന്ത് ചെയ്തു? നമുക്ക് ഇങ്ങനെ ഇതിന്റെ റിയാക്ഷൻ കോഷ്യന്റ് കിട്ടി. ഇനി നമ്മൾ എന്താണ്? ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ സെല്ലിന്റെ ഇക്വേഷൻ അല്ലേ എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഈ സെൽ അങ്ങനെ എഴുതിക്കൂടെ? നമ്മൾ ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഈ സെൽ എന്ന് കൊടുത്തു. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ്. നമ്മൾ എന്ത് ചെയ്തു? ലോഗിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? റിയാക്ഷൻ കോഷ്യന്റിന്റെ സ്ഥാനത്ത് നമ്മുടെ ഇത് കൊടുത്തു. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചത്, ഈ റിയാക്ഷൻ കണ്ടുപിടിച്ചത് കൊടുത്തു. അപ്പൊ എന്താ വരിക? ഇവിടെ എന്തൊക്കെയുള്ളത്? C ഹോൾ റൈസ് ടു C, D ഹോൾ റൈസ് ടു D ഡിവൈഡഡ് ബൈ A ഹോൾ റൈസ് ടു A
ബി ഹോൾ റേസ് ടു ബി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സെല്ലിന്റെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കംപ്ലീറ്റ് സെല്ലാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ഒന്നും കൂടി മനസ്സിലാവേണ്ട. നമ്മളിപ്പോ എ ബി ബി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാൻ പോവാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കുന്നത് ആരാണ്? ഡാനിയൽ സെല്ലിന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. എന്താണ്? ഡാനിയൽ സെല്ല്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സിങ്കും കോപ്പറും. ഇപ്പൊ സിങ്ക് സൾഫേറ്റിൽ എന്ത് ചെയ്തു? സിങ്ക് ഇലക്ട്രോഡിനും കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ഇലക്ട്രോഡിനും ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്ത് അതിനെ നമ്മൾ എന്ത് പറയാ? ഡാനിയൽ സെൽ. അതായത് നമ്മൾ ഇവിടെ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തു, അതിൽ കോപ്പർ സിങ്കിന്റെ സൊല്യൂഷനിൽ സിങ്കിന് എടുത്തു. അതുപോലെ തന്നെ ഒരു കോപ്പർ സൊല്യൂഷനിൽ എന്ത് ചെയ്തു? കോപ്പറും ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ രണ്ട് ഇതും കൂടി എന്ത് ചെയ്യും? സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ അതിനെ എന്ത് പറയാ? ഡാനിയൽ സെൽ എന്ന് പറയാം. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് സൾഫേറ്റിൽ സിങ്ക് ഇലക്ട്രോഡിനും കോപ്പർ സൾഫേറ്റിൽ എന്ത് ചെയ്യും? കോപ്പർ ഇലക്ട്രോഡിനും ഡിപ്പ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അത് തമ്മിൽ എന്ത് ചെയ്യും? നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡാനിയൽ സെൽ എന്ന് പറയാം. പിന്നെ നമ്മൾ ഡാനിയൽ സെൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാനിയൽ സെല്ലിൽ സിങ്ക് പ്ലസ് Cu2+ ഗിവ്സ് എന്ത്? Cu പ്ലസ് സിങ്ക് 2+. ഇതാണ് നമ്മൾ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ഫൈനൽ റിയാക്ഷൻ ആണിത്. ഡാനിയൽ സെല്ലിൽ നടക്കുന്ന ഫൈനൽ റിയാക്ഷൻ. ഓക്കെ, ഡാനിയൽ സെല്ലിൽ നടക്കുന്നതാട്ടോ. ഡാനിയൽ സെല്ലിലെ ഫൈനൽ റിയാക്ഷൻ ആണിത്. നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഈ സെൽ, ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ എഴുതാൻ പോവാണ് ഈ സെൽ ഈക്വൽ ടു എന്താണ്? E0 സെൽ മൈനസ് 0.0591/n ലോഗ്. നോക്കാം, നമ്മുടെ ഇവിടെ ആരാണ് പ്രൊഡക്റ്റ്? സിങ്ക് 2+ കോപ്പറും ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ആരാണ്? സിങ്ക് 2+ കോപ്പറും. നമ്മൾ എഴുതുന്ന സമയത്ത് എന്തായി മാറും? സിങ്ക് 2+ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ ഇങ്ങനെ വരൂലേ? ഡിവൈഡഡ് ബൈ നമ്മൾ റിയാക്ടൻസ് ആരൊക്കെയാണ്? സിങ്കും കോപ്പർ 2+ഉം. അതിന് നമ്മൾ ഇവിടെയും കൊടുത്തു സിങ്ക് കോപ്പർ 2+. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താ? ഒരു പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1 ആണ്. അപ്പൊ ഒരു പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ 1 ആകുമ്പോൾ ഇത് കട്ടായി പോകും, ഇതും കട്ടായി പോകും. കാരണം എന്താണ്? നമ്മുടെ കോപ്പറിന്റെ കോൺസെൻട്രേഷനും എന്താണ്? സിങ്കിന്റെ കോൺസെൻട്രേഷനും എന്താണ്? 1 ആണ്. കാരണം എന്താണ്? പ്യുവർ മെറ്റൽ ആണ്. അപ്പൊ കോപ്പറിന്റെ കോൺസെൻട്രേഷനും സിങ്കിന്റെ കോൺസെൻട്രേഷനും എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം 1 ആണ്. അതുപോലെ തന്നെ സിങ്കിന്റെതും 1 ആണ്. ഇതിന്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞു എന്താണ്? അതൊരു പ്യുവർ മെറ്റൽ ആണ്. എന്താണ്? പ്യുവർ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇവരെ കോൺസെൻട്രേഷൻ 1 ആയി മാറി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, ഈ സെൽ നമ്മൾ കംപ്ലീറ്റ് സെൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഈ സെൽ എന്ന് കൊടുത്തു. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ലോഗ്. ബാക്കി ഇവിടെ ആരൊക്കെയാണുള്ളത് നോക്കാം. ബാക്കി ഇവിടെ ആരാളുള്ളത്? സിങ്ക് 2+ഉം കോപ്പർ 2+ഉം ആണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാം. എന്ത് വരും? സിങ്ക് 2+, കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ കംപ്ലീറ്റ് സെല്ലിന്റെ EMF ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? E0 സെൽ ഈസ് ഈക്വൽ മൈനസ് E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ലോഗ് the concentration of zinc 2+ divided by concentration of copper 2+. ഇതാണ് നമ്മുടെ EMF ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ EMF ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഓക്കെ, സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. എന്ത്? E is equal to E0 minus 0.0591 divided by n log 1/mn+. ഇവിടെ നമുക്ക് ആകെ ഡിഫറൻസ് വരുന്നത് ഈ ഇക്വേഷൻ എന്താണ്? ലോഗ് ക്യൂലാണ്. അതായത് റിയാക്ഷൻ കോഷ്യന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് which is the concentration of the product to the concentration of the reactant.
അവർ തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്ത് പറയാ, ലോഗ് ക്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് ഒരു കംപ്ലീറ്റ് സെല്ലിന്റെ എന്ത് നേൺസ്റ്റ് ഇക്വേഷൻ. അതാണ് എന്ത്, ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ n ലോഗ് നമ്മൾ ഇവിടെ ഈ എന്താണ് റിയാക്ഷന്റെ ലോഗ് ക്യൂ. ഓക്കെ, അത് നമ്മൾ ഡാനിയൽ സെല്ലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് എന്തായി മാറും, സിങ്ക് 2+ ഡിവൈഡഡ് ബൈ കോപ്പർ 2+. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷന്റെ ഇക്വേഷൻസ്. അപ്പൊ നമ്മൾ ഇതിൽ കാര്യത്തിൽ പഠിച്ചത് എന്താണ്, നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഡാനിയൽ സെൽ പഠിച്ചു, നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് കംപ്ലീറ്റ് സെല്ല് പഠിച്ചു, നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് സിംഗിൾ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള നേൺസ്റ്റ് ഇക്വേഷൻ. ഇങ്ങനെ ഒരു 3-4 നമ്മൾ പഠിച്ചത്. ഇത് വെച്ചിട്ട് എന്താണ് ഇവിടുന്ന് ചോദിക്കുന്നതാണ്, ഇത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടുന്ന് കാര്യമായിട്ട് ചോദിക്കാം, നമ്മൾ ഇക്വേഷൻസ് മൊത്തം പഠിക്കണം, ഇവിടുന്നുള്ള എന്താണ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്, കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡ് അറ്റ് 25 degrees Celsius when concentration of the zinc 2+ is എത്ര 0.01 and എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ് E0 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഇവിടെ പഠിച്ചു E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പം അതിന്റെ E0 ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് 2+ എത്രയാണ്, മൈനസ് 0.76 വോൾട്ട്. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് നോക്കാം, ക്വസ്റ്റ്യനിൽ ആരൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ആരൊക്കെ തന്നിട്ടുള്ളത്, ഫസ്റ്റ് തന്നിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന് ഇപ്പൊ നമുക്ക് ഇക്വേഷൻസിൽ എവിടെ ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് അത് അപ്പൊ ആവശ്യമില്ല, നമുക്ക് തൽക്കാലം ഇപ്പൊ അത് എടുക്കണ്ട. അപ്പൊ ബാക്കിയുള്ള നമുക്ക് ആർക്ക് തന്നിട്ട് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.01 മോൾ ആണ് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ള ആരാണ്, E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് പറഞ്ഞിട്ടുള്ളത് ഓഫ് സിങ്ക് 2+ ബാർ സിങ്കിന്റെ എത്ര തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര തന്നിട്ടുള്ളത്, മൈനസ് 0.76 വോൾട്ട്. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. നമുക്കത് എഴുതി വെക്കാം. എന്താണ്, ഈസ് ഈക്വൽ ടു എന്താണ്, E0 മൈനസ് 0. ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 by n log 1/mn+ എന്നല്ലേ പഠിച്ചത്. നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് ആകുമ്പോൾ എന്താവും, 1/mn+ ആയിട്ട് മാറും അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിൽ തന്ന ആൾക്കാരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. E0 നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, മൈനസ് 0.76 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് 0.76 മൈനസ് 0.0591 ഡിവൈഡ് ബൈ n. n എത്ര വരിക, ഇവിടെ 2 ഇലക്ട്രോൺസ് അല്ലേ വരുന്നത്, ഇവിടെ 2 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര, n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, n ഈസ് ഈക്വൽ ടു 2 ആണ്. കാരണം എന്താണ്, 2 ഇലക്ട്രോൺസ് ആണ് പോണത്. കാരണം സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക് ആണ്. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് പോകുന്നത്, 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 വരും. ഓക്കെ, n ഈസ് ഈക്വൽ ടു 2 കിട്ടി. അപ്പൊ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഡിവൈഡഡ് ബൈ 2 ലോഗ്, നമുക്ക് ഇതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ mn+ എന്ന് പറയുന്നത് ആരാണ്, സിങ്ക് 2+ ആണ്. അപ്പൊ 1/, ഞാൻ അത് എഴുതി തരാം, 1/, സിങ്ക് 2+. ഓക്കെ, നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. ഈസ് ഈക്വൽ ടു E0 സെൽ എത്ര തന്നിട്ടുള്ളത്, മൈനസ് 0.76 മൈനസ് 0.76 മൈനസ് 0.0591 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു, 2 ലോഗ് 1/, കോൺസെൻട്രേഷൻ ഓഫ് എന്ത്, സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ എത്ര തന്നിട്ടുള്ളത്, ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 0.01. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, 0.01. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. നമുക്കറിയാം ഈ ലോഗ് 1/0.01 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ എഴുതി തരാം. ലോഗ് 1/0.01 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. ഓക്കെ, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും, മൈനസ് 0.076 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ ലോഗിന്റെ വാല്യൂ ഇതാ, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും, ഇൻറ്റു 2 വരും. അപ്പൊ എന്ത് ചെയ്യും, ഈ 2 ക്യാൻസൽ ആയി പോവില്ലേ, ഇല്ലേ, ഇത് 2 2 ആണ്. അപ്പൊ 2 2 എന്തായി ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 0.76 മൈനസ് എന്ത് വരും, 0.0591
അപ്പൊ ഈ മൈനസ് മൈനസും പ്ലസ് ആയി മാറും. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.819 വോൾട്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് നമ്മുടെ ഇക്വേഷൻ? സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to E0 minus 0.0591 divided by n log 1/n plus ആണ്. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആരൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കി. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ E0 ഇവിടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ n എന്ത് ചെയ്തു? നമ്മൾ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചു, n കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മൾക്കറിയാം എന്ത് ചെയ്തു? ലോഗ് 1/0.01 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഈ 2 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.819 വോൾട്ട്. ഇതാണ് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദിസ് സെൽ. ഓക്കെ, എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കിട്ടും. ഈസി അല്ലേ? അതെ, ആദ്യം നമ്മളത് ഇക്വേഷൻ എഴുതി തന്ന ആൾക്കാരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആൻസർക്ക് എത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഒരു പ്രോബ്ലം ആണ്. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒരു 2-3 മെത്തേഡ്സ് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സെൽ റിയാക്ഷൻ ആൻഡ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് കോപ്പർ സിൽവർ സെൽ at 25 degrees Celsius given that E0 Ag plus per Ag is equal to 0.80 volt and E0 Cu2 plus bar Cu is equal to 0.3 volt. Calculate the EMF of the cell. ഏത് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഇത് ഏജിന്റെ എത്രയാണ്? 0.1ഉം അതുപോലെ തന്നെ കോപ്പറിന്റെ 0.01ഉം ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് എന്താ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? സെൽ റിയാക്ഷനും സെൽ റെപ്രസെന്റേഷനും ഇതിന്റെ കാണണം. അതുപോലെ തന്നെ ഇതിന്റെ EMF എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. EMF കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ സെൽ റിയാക്ഷൻ എഴുതണം, സെൽ റെപ്രസെന്റേഷൻ ചെയ്യണം. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് തന്നിട്ടുള്ളത് ഒന്നുകൂടി എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എഴുതാം. ഓക്കെ, ഇതിൽ എന്താ തന്നിട്ടുള്ളത്? ആദ്യം നമുക്ക് തന്നിട്ടുള്ളതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലേ, അത് നമുക്ക് എഴുതാം. ഫസ്റ്റ് E0 Ag പ്ലസ് ഏജിന്റെ എത്രയാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? 0.80 ആണ് തന്നിട്ടുള്ളത് അല്ലേ? അതുപോലെ കോപ്പറിൻ്റെതോ Cu2 പ്ലസ് Cu ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.34 വോൾട്ടും ആണ് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്? കോൺസെൻട്രേഷൻസ് ആണ്. സിൽവറിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.1 മോളാർ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോപ്പറിൻ്റെതോ 0.01 മോളാർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന് ആദ്യം സെൽ റിയാക്ഷൻ എഴുതണം. സെൽ റിയാക്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ആനോഡും കാഥോഡും വേണം. ആനോഡും കാഥോഡും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയാൽ മതി. അറിയാം, ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും കാഥോഡ്, ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും എന്ത്? ആനോഡ്. അപ്പൊ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷന്റെ എമൗണ്ട് കൂടിയ ആൾക്കാണ് എന്ത്? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാം. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ആർക്കാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? 0.1 ആണോ 0.01 ആണോ കൂടുതലുള്ള ആള്? 0.1. അപ്പൊ ഇയാൾക്ക് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഇയാൾക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമ്പോ എന്ത് നടക്കും? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആരൊക്കെ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും അല്ലെ? റിഡക്ഷൻ ആർക്കാണ് സംഭവിക്കുക? കാഥോഡിനാണ് എന്ത് സംഭവിക്കുക? റിഡക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്സിഡേഷൻ ആർക്കാ സംഭവിക്കുക? ഓക്സിഡേഷൻ ആർക്കായിരിക്കും സംഭവിക്കുക? ആനോഡിനായിരിക്കും അല്ലെ? ആർക്കാ സംഭവിക്കാം? ആനോഡിന്. ഓക്കെ, നമ്മൾ എന്താണ് എങ്ങനെ കണ്ടുപിടിച്ച? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇവരെ കോൺസെൻട്രേഷൻ കൂടിയ ആൾക്കാണ് എന്ത് സംഭവിക്കുക? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ കോൺസെൻട്രേഷൻ കൂടിയ ആളാരെ നോക്കാം. ഇവിടെ 0.1 മോൾ ഉണ്ട്, 0.01 മോൾ ഉണ്ട്. അപ്പൊ 0.1 മോളല്ലേ വലുത്. അപ്പൊ ഇതിൽ ആർക്കാണ് റിഡക്ഷൻ നടക്കുക? Ag. അപ്പൊ Ag എന്താണ്? കാഥോഡാണ്. അപ്പൊ Ag കാഥോഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കോപ്പർ എന്തായി മാറും? ആനോഡ് ആയിരിക്കും. അപ്പൊ കോപ്പറിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷനും സംഭവിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ സെൽ റിയാക്ഷൻ എഴുതി നോക്കാം. അപ്പൊ റിഡക്ഷനിൽ എന്താ സംഭവിക്കാൻ നോക്കാം. റിഡക്ഷൻ ഇവിടെ ആർക്കാണ് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് നമ്മുടെ കാഥോഡിന്. അപ്പൊ നമ്മൾ കാഥോഡിലുള്ള റിയാക്ഷൻ ആണ് എഴുതാൻ പോണത്. കാഥോഡിലുള്ള റിയാക്ഷൻസ്. ഓക്കെ, കാഥോഡിലുള്ള റിയാക്ഷൻസ് എഴുതാൻ പോവാണ്. കാഥോഡിൽ ആരാണ്? നമ്മൾ പറഞ്ഞു ഇതിൽ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. അപ്പൊ ആരാണ്? സിൽവർ. ഓക്കെ, അപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന് ഗെയിൻ ചെയ്യാണ് നടക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? Ag പ്ലസ് ഇലക്ട്രോൺ ഗീവ് Ag അല്ലെ? ഇലക്ട്രോൺ ഇവർ എന്താണ് ഗെയിൻ ചെയ്യാണ് നടക്കുന്നത്. അപ്പൊ റിഡക്ഷൻ നടന്നു. ഇനി ഓക്സിഡേഷൻ നോക്കാം. ഓക്സിഡേഷൻ ആർക്കായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കായിരിക്കും എന്ത് സംഭവിക്കാം? ഓക്സിഡേഷൻ നടക്കുക. അതാർക്കാണ്? ആനോഡിനായിരിക്കും എന്ത് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കുക. അതെന്താണ്? Cu ഗീവ്സ്, അതായത് എന്താണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാണ്. അപ്പൊ Cu ഗീവ്സ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ്, അതായത് Cu എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് ലൂസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കുക. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൽ റിയാക്ഷൻ നമുക്ക് ഇവിടെ ആനോഡിലുള്ള റിയാക്ഷനും കിട്ടി, കാഥോഡിലുള്ള റിയാക്ഷനും കിട്ടി. അപ്പൊ സെൽ റിയാക്ഷൻ എഴുതിക്കൂടെ? ആനോഡിലുള്ള റിയാക്ഷനും കാഥോഡിലുള്ള റിയാക്ഷനും കണ്ടുപിടിച്ചിട്ട് ഓവറോൾ റിയാക്ഷൻ ആണ് എന്ത്? നമ്മുടെ സെൽ റിയാക്ഷൻ. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഇതെന്തെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിനും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൽ റിയാക്ഷൻ എഴുതാൻ പോണത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും? 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? 2Ag വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പോവുകയാണ്. ഓവറോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഈ രണ്ട് സൈഡിലുള്ള ഇലക്ട്രോൺസിനൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പൊ എന്തായി മാറും? ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പോവുകയാണ്. ഓവറോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ബാക്കി ആരാണ്? ഇവിടുത്തെ ഇലക്ട്രോൺസ് രണ്ടും കട്ട് ചെയ്ത് പോയാൽ, ഈ ഇലക്ട്രോൺസും കട്ട് ചെയ്ത് പോയാൽ ഇവിടെ ആരാ ഉണ്ടാവുക? ഇവിടെ ആരാ ഉണ്ടാവുക? ഇവിടെ കോപ്പറും ഉണ്ടാവും, 2Ag പ്ലസ് ഉണ്ടാവും. അപ്പൊ അവർ എഴുതാണ് കോപ്പർ പ്ലസ് 2Ag പ്ലസ് ഗീവ്സ്, ഇവിടെ ആരാളുള്ളത്? 2Ag ഉണ്ട്, കോപ്പറും ഉണ്ട് അല്ലേ? 2Ag പ്ലസ് കോപ്പർ 2 പ്ലസ്, അതായത് നമ്മുടെ ഈ രണ്ട് ഇലക്ട്രോൺസിന് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഈ രണ്ട് ഇലക്ട്രോൺസിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ളവരെ എടുത്ത് എഴുതി. രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബാക്കിയുള്ള ആൾക്കാരെ എടുത്തു. അപ്പൊ നമ്മളെ ഓവറോൾ റിയാക്ഷൻ കിട്ടി. ഓവറോൾ റിയാക്ഷൻ തന്നെയാണ് എന്ത്? നമ്മുടെ സെൽ റിയാക്ഷൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ? സെൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽ റിയാക്ഷൻ. വാട്ട് ഈസ് എ സെൽ റിയാക്ഷൻ എന്നാണ്. അപ്പൊ സെൽ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ പറയണം? ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്ന് അറിയണം. അപ്പൊ നമുക്ക് ആനോഡ് കാഥോഡ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡാണ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്ക് എന്ത് സംഭവിക്കും? റിഡക്ഷൻ. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ആൾക്കാണ് എന്ത് സംഭവിക്കുക? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സംഭവിക്കാം. അപ്പൊ നോക്കാം, നമ്മളിവിടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് വലുത്? 0.1 മോൾ അല്ലേ? അപ്പൊ അത് ആർക്കാണ്? സിൽവറിനാണ്. സിൽവറിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ നടക്കൽ ആർക്കാണ്? കാഥോഡിനാണ്. അപ്പൊ കാഥോഡ് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആനോഡ് കിട്ടൂലേ? ആനോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള റിയാക്ഷൻ എഴുതാൻ പറ്റും. കാരണം കാഥോഡിൽ എന്താണ്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ നടക്കുക. അപ്പം Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. അപ്പൊ അവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ എഴുതും. ഓക്സിഡേഷൻ ആകുമ്പോൾ അതിന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആനോഡ് കാഥോഡ് റിയാക്ഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ എന്ത് കിട്ടി? ഓവറോൾ റിയാക്ഷനും കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത്? വാട്ട് ഈസ് ദ സെൽ റിയാക്ഷൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽ റെപ്രസെന്റേഷൻ. സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ സിമ്പിൾ ആണ്. കാരണം നമുക്ക് ആനോഡും കിട്ടി, കാഥോഡും കിട്ടി. ഒരു സെൽ റെപ്രസെന്റേഷൻ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? ആനോഡിന് എഴുതണം, പിന്നെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ നമ്മുടെ കാഥോഡിന് എഴുതണം. ഓക്കെ, ഒരു സെൽ റെപ്രസെന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആനോഡിന് എഴുതണം, പിന്നെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ നമ്മൾ കാഥോഡിൽ എന്ത് നടക്കുന്നു എന്ന് എഴുതേണ്ടത്. ഈ ഒരു ഫോമിലാണ് നമ്മൾ പോകേണ്ടത്. ഫസ്റ്റ് നമ്മൾ ആനോഡിൽ എഴുതണം, പിന്നെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡ്. ഈ ഒരു ഫോമിലാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ റിയാക്ഷന്റെ എന്ത് നോക്കാം? സെൽ റെപ്രസെന്റേഷൻ നോക്കാം. ഈ റിയാക്ഷൻ എടുത്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മുടെ ആനോഡിൽ ആരാണ്? ആനോഡിൽ നമ്മളെ കോപ്പർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആനോഡിലുള്ള റിയാക്ഷൻ എഴുതാം. ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് കോപ്പർ എന്തായി മാറും? Cu2+ ആയിട്ട് മാറും. പിന്നെ നമ്മൾ ആനോഡിലെ റിയാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, സോൾട്ട് ബ്രിഡ്ജ് കഴിഞ്ഞാൽ കാഥോഡിൽ എന്താ സംഭവിക്കണം? ഒരു ഇലക്ട്രോണ് ഗെയിൻ ചെയ്തിട്ട് അത് എന്തായി മാറും? സിൽവർ ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഈ റിയാക്ഷന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യണം? ആദ്യം ആനോഡിലുള്ള റിയാക്ഷൻ എഴുതാം, പിന്നെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡിലുള്ള റിയാക്ഷൻ. ഇതാണ് ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ ആയി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ സെൽ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചത്. നമുക്ക് ആനോഡ് കാഥോഡും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറ്റും.
അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സെൽ റെപ്രസെന്റേഷൻ എന്താണ്. അപ്പൊ ആനോഡ് കാഥോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്താണ്, കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ. EMF കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്, EMF കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, E is equal to E0 minus 0.0591 divided by n log Q. ഇതല്ലേ നമ്മുടെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. നമുക്ക് ഇനി ഇതിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. E0 കണ്ടുപിടിക്കണം അല്ലേ. ഇതിൽ E0 എന്താണ്, ഓരോന്നിന്റെ E0 തന്നിട്ടുണ്ട്. ഇതിൽ എന്താണ്, ഏജിന്റെ തന്നിട്ടുണ്ട്, കോപ്പറിന് തന്നിട്ടുണ്ട്. രണ്ടിന് E0 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് E0 ഓഫ് ദ സെൽ കണ്ടുപിടിക്കണം അല്ലേ. E0 ഓഫ് ദ സെൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, E0 കാഥോഡ് മൈനസ് എന്താണ്, E0 ആനോഡ് ആണ്. ഒരു സെല്ലിന്റെ E0 അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് E0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്, E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. നമുക്കറിയാം ഇതിൽ ആരാണ് കാഥോഡ്, ഇതിൽ ഏതാണ് ആനോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് കാഥോഡ്, AG ആണ് കാഥോഡ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഏജിന്റെ എത്രയാണ് 0.80. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 0.80 മൈനസ് പിന്നെ നമുക്ക് അടുത്ത ആൾ തന്നിട്ടുണ്ട് എത്രയാണ്, ആനോഡ് ആരാണ്, നമ്മുടെ കോപ്പർ ആണ്. അതിന്റെ എത്രയാണ് തന്നിട്ടുള്ളത് 0.34. ഓക്കെ 0.34 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 0.46 വോൾട്ട്. ഇതാണ് നമ്മുടെ E0 സെൽ, അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് സെൽ. E0 കിട്ടി. നമുക്ക് N ആണ്. N is equal to ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് പോകുന്നത്, എത്ര ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് അല്ലേ, 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്, N is equal to 2. അപ്പൊ രണ്ടാളെ കിട്ടി. ഇനി നമുക്ക് ലോഗ് Q കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് E0 സെൽ കണ്ടുപിടിച്ചു നമ്മൾ, പിന്നെ എന്താ N കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലോഗ് Q. ലോഗ് Q നോക്കാം. ലോഗ് Q എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഇതാണ്. അപ്പൊ ഇവിടെ റിയാക്റ്റന്റിന്റെ സ്ഥാനത്ത് ആരാണ് വരുന്നത്, റിയാക്റ്റന്റിന്റെ സ്ഥാനത്ത് Ag പ്ലസും പ്രൊഡക്റ്റിന്റെ സ്ഥാനത്ത് കോപ്പറാണ്. നമുക്കറിയാം പ്യുവർ മെറ്റലിന്റെ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് ഇവരെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പോൾ Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Ag പ്ലസ് ആണ് വരിക. അപ്പൊ നോക്കാം, Cu2 പ്ലസ് കോൺസെൻട്രേഷൻ എന്ത് വരും, Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Ag പ്ലസ്. Ag പ്ലസ് ഇവിടെ എത്ര ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു. അപ്പൊ എന്ത് വരും, ലോഗ് ഇതിന്റെ വാല്യൂസ് നോക്കാം. Cu2 പ്ലസിന്റെ വാല്യൂ എത്രയാണ്, Cu2 പ്ലസിന് എത്ര കിട്ടിയിട്ടുള്ളത് 0.01. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും, 0.01 ഡിവൈഡഡ് ബൈ Ag പ്ലസിന്റെ എത്രയാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ, 0.1 അല്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് വരും, 0.1, ഇവിടെ 2 ഉണ്ട് മുകളിൽ, അപ്പൊ അത് ഹോൾ സ്ക്വയർ വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലോഗ് 0.01 ഡിവൈഡഡ് ബൈ 0.1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.01 തന്നെയാണ് അല്ലേ. അതിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1. ലോഗ് 1 കിട്ടി. ലോഗ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ്. ലോഗ് 1ന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, മാത്സിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ലോഗ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 0 ആണ്. ഇനി നമുക്കിപ്പോ എല്ലാരും കിട്ടിയില്ല, E0 കിട്ടി, N കിട്ടി, ലോഗ് കിട്ടി. ഇനി നമ്മൾ എല്ലാരും നമ്മുടെ ഇക്വേഷനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്, നമ്മളിവിടെ സെല്ലിന്റെ അല്ല, അപ്പൊ നമ്മൾ E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് Q. നമുക്ക് ഇവിടെ E0 സെൽ എത്ര കിട്ടിയത്, E0 സെൽ എത്ര കിട്ടി, 0.46. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.46 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് കിട്ടി, നമുക്ക് ലോഗ് Qന്റെ വാല്യൂ കിട്ടി. എത്രയാണ്, നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ച് പോയി ലോഗ് Q എത്ര കിട്ടി, 0 കിട്ടി അല്ലേ. നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റു 0. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഈ പോർഷൻ മൊത്തം 0 ആയി പോയില്ലേ. 0.0591 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പൊ ആ പോർഷൻ മൊത്തം 0 ആയി പോയി. അപ്പൊ എന്ത് കിട്ടും, 0.46 മൈനസ് 0. അപ്പൊ നമുക്ക് ഈ സെൽ എത്ര കിട്ടി, 0.46 വോൾട്ട്. ഇതാണ് നമ്മുടെ നമ്മളെ EMF. ആ സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.46 വോൾട്ട് ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെ ആദ്യം നമ്മൾ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ചെയ്തു, പിന്നെ സെല്ലിന്റെ റിയാക്ഷൻ എഴുതി. ഫസ്റ്റ് നമ്മൾ ആനോഡ് കാഥോഡ് കണ്ടുപിടിച്ചു. എങ്ങനെ ആനോഡ് കാഥോഡ് കണ്ടുപിടിച്ചത്, ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും എന്ത്, കാഥോഡ്. കാരണം അവർക്ക് എന്ത് സംഭവിക്കും,
റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റാൾക്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ. അപ്പൊ ആളെന്താണ്? ആനോഡ്. ആനോഡിനാണ് എന്ത് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കാം. അപ്പൊ അത് കിട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിച്ചു. ആനോഡിൽ കാഥോഡിൽ എന്തൊക്കെ റിയാക്ഷൻ സംഭവിക്കും എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓവറോൾ റിയാക്ഷൻ വരെ എത്തി. അപ്പൊ പിന്നെ നമ്മൾ സെൽ റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ആനോഡ് ചെയ്യണം, പിന്നെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡ്. അപ്പൊ നമ്മൾ അങ്ങനെ സെൽ റെപ്രസെന്റേഷൻ ചെയ്തു. പിന്നെ നമ്മൾ ഇ എം എഫ് നമ്മൾ ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ഇ എം എഫിന്റെ ഇക്വേഷൻ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ഇ സെൽ ഈസ് ഈക്വൽ ടു 0.46 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ആണ് എന്ത്? കാൽക്കുലേറ്റ് ദ ഇ എം എഫ് ഓഫ് എ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ ഇ എം എഫ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. When the concentration of zinc 2 plus is 0.01 and the concentration of copper 2 plus is 0.1 molar, given that E0 minus 0.76 അതുപോലെ കോപ്പറിൻ്റെതോ 0.34 വോൾട്ടും. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഡാനിയൽ സെല്ലിന്റെ എന്ത് ഇ എം എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ തന്നിട്ടുള്ളതെന്ന്. ആദ്യം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+. കോൺസെൻട്രേഷൻ എത്ര തന്നിട്ടുള്ളത്? 0.01 മോളാർ ആണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+ എത്ര തന്നിട്ടുള്ളത്? 0.1 മോളാർ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ E0 ഓഫ് സിങ്ക് 2+ ബാർ സിങ്ക് എത്ര തന്നിട്ടുള്ളത്? -0.76 വോൾട്ടും. അതുപോലെ തന്നെ E0 Cu 2+ ബാർ Cu എത്ര തന്നിട്ടുണ്ട്? 0.34 തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ഇ എം എഫ് ആണ്. ഇ എം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? E0 സെല്ലൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആനോഡും കാഥോഡും ഒക്കെ വേണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കാഥോഡിനും ആനോഡിനും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ കാഥോഡ് ആനോഡ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും എന്ത്? കാഥോഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും കോൺസെൻട്രേഷന്റെ വാല്യൂ ആർക്കാണ് കൂടുതൽ? കോപ്പറിനല്ലേ. അപ്പൊ കോപ്പർ ആണ് എന്ത്? കാഥോഡ്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടി പറയാം. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് എന്ത്? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് കാഥോഡ്. അവിടെ എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, കാഥോഡ്. അപ്പൊ നമുക്ക് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നോക്കൽ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷന്റെ വാല്യൂ കൂടിയ ആളാണ് ആര്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുക. അപ്പൊ അയാളാണ് ആര്? കാഥോഡ്. അപ്പൊ നമുക്ക് ഇവിടെ കാഥോഡും ആനോഡും കിട്ടി അല്ലേ? കാഥോഡ് സ്വാഭാവികമായിട്ടും ഇവിടെ വാല്യൂ കൂടിയ ആളാണ് 0.34 അല്ലേ? മറ്റേത് മൈനസ് ആണ്. മൈനസിനേക്കാളും വലുതാണല്ലോ 0.34. അപ്പൊ അത് കോപ്പർ ആണ്. അപ്പൊ കോപ്പർ കാഥോഡും സിങ്ക് എന്തായി മാറി? ആനോഡും ആയിട്ട് മാറി. ഓക്കെ, നമുക്കിപ്പോ കണ്ടുപിടിക്കാം. അപ്പൊ ആനോഡ് കാഥോഡ് ആരാണ്? കാഥോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? കോപ്പർ ആണ്. അപ്പൊ കോപ്പറിന്റെ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്? ഗെയിൻ ചെയ്യാണ്. അപ്പൊ എന്ത് വരും? Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്ന് വരും. ആനോഡിലാവുമ്പോഴോ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ലോസ് ചെയ്യാണ്. നമ്മൾ ആനോഡ് റിയാക്ഷൻ എഴുതാൻ പോവാണ്. ആനോഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ആനോഡ് ആരാണ്? സിങ്ക് അല്ലേ? ആനോഡ് ആരാണ്? സിങ്ക്. ഓക്കെ, സിങ്കിനാണ് വാല്യൂ കുറവ്. അപ്പൊ സിങ്ക് ആണ് ആനോഡ്. അപ്പൊ നമ്മൾ എഴുതാണ് സിങ്ക് ഗീവ്സ് സിങ്ക് 2+ + 2 ഇലക്ട്രോൺസ്. നമ്മൾ ആനോഡും കാഥോഡും കണ്ടുപിടിച്ചു. ഈ നമ്മളെ ഇക്വേഷൻ എഴുതാണ്. ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഡാനിയൽ സെൽ അല്ലേ? സെല്ലിന്റെ ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ E0 സെൽ മൈനസ് 0.0591/n log Q ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് E0 സെൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? E0 സെൽ. E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് E0 കാഥോഡ് ആരാണ്? കോപ്പർ ആണ് കാഥോഡ്. കാഥോഡിന്റെ എത്രയാണ് വാല്യൂ? 0.34. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ്? E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്? 0.34 മൈനസ് ആനോഡ് ആരാണ്? ആനോഡ് നമ്മളെ സിൽവർ അല്ല സിങ്ക് ആണ്. അപ്പൊ സിങ്കിന്റെ വാല്യൂ എത്രയാണ്? -0.76. അവിടെ കൊടുക്കുമ്പോൾ -0.76 കൊടുത്തു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E0 സെല്ല് കിട്ടും. അപ്പൊ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടാം? ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 1.10 വോൾട്ട്. അപ്പൊ നമ്മൾ E0 സെൽ ഓഫ് ഡാനിയൽ സെൽ എത്രയാണ്? ഡാനിയൽ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1.10 വോൾട്ട് ആണ്. നമുക്കിത് കിട്ടി. ഇനി നമുക്ക് N കണ്ടുപിടിക്കണം. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇവിടെ 2 ഇലക്ട്രോൺസ് അല്ലേ പോണത്. അപ്പൊ N = 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് log Q കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്?
1.10 വോൾട്ട് കിട്ടി. നമ്മുടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ലോഗ് നമ്മുടെ ഈ ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗിവ്സ് എന്ത്? കോപ്പർ പ്ലസ് സിങ്ക് 2+ ആണ്. ഇത് നമ്മൾ ഒരു ഇതിന് മുന്നത്തെ ഒരു പ്രോബ്ലംസിൽ ചെയ്തു. നമ്മൾ ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടതാണ്. എന്താണ്? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗിവ്സ് കോപ്പർ പ്ലസ് സിങ്ക് 2+. അപ്പൊ നമുക്ക് ഇതിൽ പ്രൊഡക്റ്റ് ആരാണ്? കോപ്പറും സിങ്ക് 2+ഉം. കോപ്പറിന്റെ എന്താണ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം എന്താണ്? കോപ്പർ പ്യുവർ മെറ്റൽ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ എടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+. അതുപോലെ തന്നെ ഇവിടെ ആരാണ്? കോപ്പർ 2+. കാരണം സിങ്കിന്റെ കോൺസെൻട്രേഷൻ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ വരാ? ഈ സെൽ ഈക്വൽ ടു എന്ത് വരും? E0 സെൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1.10 വോൾട്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.10 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ ഇവിടെ n എത്രയാണ്? ഇവിടെ നമുക്ക് കാണാം 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്താണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ്? n ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, 2 ലോഗ് നമുക്കറിയാം സിങ്കിന്റെയും അതേപോലെ തന്നെ എന്താണ് കോപ്പറിന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? സിങ്കിന് എത്രയാണ്? 0.01ഉം അതുപോലെ തന്നെ കോപ്പറിന് എത്രയാണ്? 0.1ഉം തന്നിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം സിങ്ക് 2+. അപ്പൊ 0.01 ഡിവൈഡഡ് ബൈ കോപ്പറിന്റെ എത്രയാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില്? കോപ്പറിനത് 0.1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 0.1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എത്ര? 1.10 മൈനസ് 0.0591/2 ഇൻറ്റു എന്ത്? ലോഗ് 0.01 ഡിവൈഡഡ് ബൈ 0.1. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ലോഗ് 0.01 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു എന്താ വരിക? -1 ആണ്. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ ഇട്ടാലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് 0.01 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? -1 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഇക്വേഷനിൽ. അതായത് ഈ സെൽ ഈക്വൽ ടു 1.10 മൈനസ് 0.0591/2 ഇൻറ്റു -1 വന്നു. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 1.10 പിന്നെ ഈ മൈനസും എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് 0.0591/2. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. 1.10 പ്ലസ് 0.0591/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയെന്ന് അറിയോ? ചെയ്ത് നോക്കിയാൽ കിട്ടും. 0.02955 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെല്ല് കിട്ടും. 1.10 പ്ലസ് 0.02955 ഈക്വൽ ടു എന്താണ്? 1.1295 വോൾട്ട് ആണ് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാ വാല്യൂസും എന്ത് ചെയ്തു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഡാനിയൽ സെല്ലിന്റെ എന്ത് കിട്ടി? EMF കിട്ടി. സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എന്തൊക്കെയൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? തന്ന വാല്യൂസ് ഒക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആനോഡും കാഥോഡും ഒക്കെ കണ്ടുപിടിക്കണം. ആനോഡ് കാഥോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളായിരിക്കും എന്ത്? കാഥോഡ്. അവിടെ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. അതുപോലെ തന്നെ അപ്പൊ ഒരാൾക്ക് റിഡക്ഷൻ നടക്കണമെങ്കിൽ മറ്റൊരാൾക്ക് എന്തായാലും എന്താണ്? ഓക്സിഡേഷൻ നടക്കും. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആനോഡും കാഥോഡും കിട്ടും. ആനോഡും കാഥോഡും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? E0 സെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. E0 സെല്ല് കിട്ടിയാൽ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ EMF കിട്ടും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഡാനിയൽ സെൽ റിയാക്ഷൻ given that E0 cell is equal to 1.1 volt. അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്താണ്? EMF കാണാനാണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. ഇതിന്റെ ഡാനിയൽ സെല്ലിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാം. ഇതിലാകെ തന്നിട്ടുള്ളത് E0 സെൽ മാത്രമാണ്. നമുക്കറിയാം എന്താണ്? നേൺസ്റ്റ് ഇക്വേഷൻ അറിയാം അല്ലേ? നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഈ സെൽ ഒരു സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആകുമ്പോൾ എന്താണ്? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n log Q.
ഇതാണ് നമ്മുടെ എന്ത് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതിൽ ഓരോന്ന് നമുക്ക് ഉണ്ടോ നോക്കാം. ഇതിലാകെ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? E0 സെൽ മാത്രമാണ് തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ സെൽ എന്താക്കി ഇട്ടു? 0 ആക്കി എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അറ്റ് ഇക്വിലിബ്രിയം എന്ത് ഈ സെൽ ഈക്വൽ ടു 0 ആക്കി. അതുപോലെ തന്നെ നമ്മൾ ലോഗ് ക്യൂ ഉണ്ടല്ലോ, ലോഗ് ക്യൂനെ നമ്മൾ എന്താക്കി എടുത്തു? ലോഗ് കെ ആക്കി എടുത്തു. ഓക്കെ, ലോഗ് ക്യൂ നമ്മൾ ലോഗ് കെ ആക്കി എടുത്തു. ലോഗ് ക്യൂ ഈക്വൽ ടു ലോഗ് കെ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷനെ എഴുതാൻ പോവാണ്. അപ്പോൾ E0 സെൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 1.10 ആണെന്ന്. അപ്പൊ 0 ഈക്വൽ ടു എന്ത് വരും? E0 സെൽ എത്ര തന്നിട്ടുള്ളത്? 1.1 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 1.1 മൈനസ് 0.0591 ബൈ n ലോഗ് കെ അല്ലെ. ലോഗ് ക്യൂ നമ്മൾ എന്താക്കി എടുത്തു? ലോഗ് കെ ആക്കി എടുത്തു. ഓക്കെ, നമ്മൾ ഇനി ഇതിനെ ഇതാക്കണം. നമ്മൾ n ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? n ഈസ് ഈക്വൽ ടു 2 കൊടുത്തു. ഓക്കെ, അപ്പൊ 0 ഈസ് ഈക്വൽ ടു 1.1 മൈനസ് 0.0591 ബൈ 2 ലോഗ് കെ എന്ന് കിട്ടി. നമുക്ക് ഇതിൽ കാണേണ്ടത് ആരെയാണ്? ലോഗ് കെനെയാണ് കാണേണ്ടത്. അപ്പൊ അത് എന്ത് ചെയ്തു? ഒരു സൈഡിലാക്കി, മറ്റേതിനെ മറ്റേ സൈഡിലാക്കി. അപ്പോൾ ലോഗ് കെ ഈക്വൽ ടു എന്ത് വരും? ഈ 2 എന്ത് ചെയ്യും? മുകളിലോട്ട് കയറും. ഓക്കെ, അപ്പൊ എന്ത് വരും? 1.1 ഇൻറ്റു 2. അതുപോലെ തന്നെ നമ്മുടെ ഈ 0.0591 എന്ത് ചെയ്യും? താഴോട്ടും വരും. ഓക്കെ, 0.0591 വന്നു. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് കെ കിട്ടും. നോക്കാം. അപ്പൊ എന്ത് വരും? 2.2 ഇൻറ്റു 0.0591 വന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ലോഗ് കെ ഈക്വൽ ടു 37.2 കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ ആരെയാണ് കാണേണ്ടത്? കെ ആണ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കെ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ലോഗിനെ ഒഴിവാക്കുമ്പോൾ ആന്റി ലോഗ് വരും. അതായത് 10⁻37.2 വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.58 ഇൻറ്റു 10⁻37 കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻37. അതായത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇത് റൗണ്ട് ചെയ്തു. ഈ 1.58 എന്ത് ചെയ്തു? റൗണ്ട് ചെയ്തു. ഇതാണ് നമ്മുടെ കെ കാണാനുള്ള ആൻസർ. കിട്ടില്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എടുത്തു. നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്? E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് കെ ലോഗ് ക്യൂ. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ സെൽ ഈസ് ഈക്വൽ ടു 0യും ലോഗ് ക്യൂന് എന്തായി? ലോഗ് കെ ആക്കി എടുത്തു. അപ്പൊ 0 ഈക്വൽ ടു 1.1 ഡിവൈഡഡ് ബൈ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കെ ആക്കി. അപ്പൊ എന്ത് ചെയ്തു? നമുക്കറിയാം നമ്മൾ n ഈസ് ഈക്വൽ ടു 2 ആണ് എടുത്തത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ? ലോഗ് കെ ആണ് കിട്ടേണ്ടത്. ലോഗ് കെ നെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബാക്കിയുള്ളവരൊക്കെ ഇതാക്കി. അപ്പൊ എന്ത് ചെയ്യും? ഈ 2 മുകളിലോട്ട് കയറി ഇത് താഴോട്ട് ഇറങ്ങും. അപ്പൊ 1.1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.0591 കിട്ടും. അങ്ങനെ എന്ത് ചെയ്തു? ലോഗ് കെ ഈക്വൽ ടു 37.2 കിട്ടി. അപ്പൊ നമുക്ക് ആരെയാണ് കാണേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണ് കാണേണ്ടത്. അപ്പൊ അതെന്തായി? 10⁻37.2 വരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.58 ഇൻറ്റു 10⁻37 കിട്ടും. അപ്പൊ അതിനെന്ത് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും? 1.6 ഇൻറ്റു 10⁻37 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ്? 4 പ്രോബ്ലംസ് ആണ് ചെയ്തത്. എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. അതായത് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. ഇത് 4 പ്രോബ്ലംസും ചെയ്തു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് റെഫറൻസ് ഇലക്ട്രോഡ്. എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ്? റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ്. റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ്. ഓക്കെ, എന്താണ് ആ റെഫറൻസ് ഇലക്ട്രോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് നോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതെന്തായിരിക്കും? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് ആണ് നമ്മൾ എന്താക്കി എടുക്കുക? റെഫറൻസ് ഇലക്ട്രോഡ്. അത് എന്തിനാണ് യൂസ് ചെയ്യാം? യൂസ്ഡ് ടു മെഷർ ദ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അതർ ഇലക്ട്രോഡ്സ് ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലുള്ള മറ്റു ഇലക്ട്രോഡ്സിന്റെ എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യാം? റെഫറൻസ് ഇലക്ട്രോഡിനെ. ഓക്കെ, റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് അതർ ഇലക്ട്രോഡ്സ് ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. അത് ഇലക്ട്രോ കെമിക്കൽ സെൽസിലുള്ള മറ്റു ഇലക്ട്രോഡ്സിന്റെ എന്ത്?
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് ആര്? റെഫറൻസ് ഇലക്ട്രോഡ്. ആ റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് നോൺ പൊട്ടൻഷ്യൽ. അതായത് അതെന്താണ്? സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ അതിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നമുക്ക് അറിയാൻ പൊട്ടൻഷ്യൽ അറിയാവുന്ന ഒരു ഇലക്ട്രോഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആ റെഫറൻസ് ഇലക്ട്രോഡിന് എന്തുണ്ട്? 2 ടൈപ്പ് റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. ഒന്നാണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്, രണ്ടാമത്തേത് എന്താണ്? സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് നമ്മുടെ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ. സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് കാലമൽ ഇലക്ട്രോഡും അതുപോലെ തന്നെ ഗ്ലാസ് ഇലക്ട്രോഡും. അപ്പൊ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന് 2 എക്സാമ്പിൾസ് ആണുള്ളത്, കാലമൽ ഇലക്ട്രോഡും ഗ്ലാസ് ഇലക്ട്രോഡും. ഒരു റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് which is used to measure the electrode potentials of other electrodes in an electrochemical cell. അതായത് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലുള്ള മറ്റ് ഇലക്ട്രോഡ്സിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ആര്? റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളെ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ഇറ്റ് ഈസ് ആൻ ഗ്യാസ് ഇലക്ട്രോഡ്. അതെന്താണ്? ഒരു ഗ്യാസ് ഇലക്ട്രോഡ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇതാണ് നമ്മുടെ എന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഒരു പ്ലാറ്റിനൈസ്ഡ് ഫോയിൽ. ഒരു പ്ലാറ്റിനം ഫോയിൽ ആണ്. ആ പ്ലാറ്റിനം ഫോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാറ്റിനം വയർ വഴി അങ്ങനെ പോകുന്നുണ്ട്. ഒരു പ്ലാറ്റിനം വയർ വഴി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടോ? ഈ ഓപ്പണിംഗിലാണ് എന്ത്? ഹൈഡ്രജൻ ഗ്യാസ്, നമ്മൾ പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ് at 1 atm pressure, 1 atm pressure ഉള്ള ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ അങ്ങോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുള്ളത് എന്തിനാണ്? HCl സൊല്യൂഷൻ, 1 മോളാർ HCl സൊല്യൂഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഡിപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ്? നമ്മുടെ ഒരു സൊല്യൂഷൻ എടുക്കാം. സൊല്യൂഷനിൽ എന്താണ്? 1 മോളാർ HCl സൊല്യൂഷൻ ഉണ്ടാവും. അതിലോട്ടാണ് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തത്. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഏറ്റവും ബോട്ടത്തിൽ എന്തുണ്ട്? ഒരു പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. അതെന്തുണ്ട്? ഒരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ്, പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ് 1 atm പ്രഷറിലുള്ളത് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാറ്റിനം ഫോയിൽ കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. അതായത് പ്ലാറ്റിനം ഫോയിൽ ഉണ്ട് വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഹൈഡ്രജൻ സൊല്യൂഷൻ. അതായത് 1 മോളാർ HCl സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ആൻഡ് 298 കെൽവിൻ. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്? ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇതെന്താണ്? ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ എന്താണ് നമ്മുടെ സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യൽ എങ്ങനെയാണ്? പ്ലാറ്റിനം ബാർ H2, അതായത് പ്ലാറ്റിനം നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെയും കൂടി എടുത്തു. ഓക്കെ, പ്ലാറ്റിനം ബാർ H2 ബാർ H പ്ലസ്, അതായത് സൊല്യൂഷനിലുള്ള നമ്മൾ HC1 മോളാർ HCl സൊല്യൂഷനിലുള്ള H+ അയോൺസും. ഇതാണ് ഇതിന്റെ എന്ത്? റെപ്രസെന്റേഷൻ. പ്ലാറ്റിനം ബാർ H2 ഗ്യാസ് ബാർ H+ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് എന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ, നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? ഇതിന്റെ വർക്കിംഗ് ആണ്. വർക്കിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു ബീക്കറിലും അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് സിങ്ക് സൾഫേറ്റ്. ഓക്കെ, ആ സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഒരു സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ട് വേറെ ഒരു ബീക്കറിൽ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്യും. ഓക്കെ, സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ്? കൺസിഡർ എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും വെച്ചു. ഇതിനെന്ത് ചെയ്തു? നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തു. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ സെല്ല് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഇതിനെന്ത് ചെയ്തു? നമ്മൾ ആനോഡ് അയച്ചും ഇതിനെ നമ്മൾ കാഥോഡ് അയച്ചെടുത്തു. അപ്പോൾ ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആനോഡിന് എഴുതണം. അപ്പൊ ആനോഡ് എന്താണ്? സിങ്ക് ബാർ സിങ്ക് 2+, അതായത് ഇതിൽ സിങ്കിലുള്ളത് എന്താണ്? സിങ്ക് 2+ അയോൺസ് ആണ്. ഡബിൾ ബാർ നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? HCl അയച്ചെടുത്തത്. ബാർ H+ അയോൺസ്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലുള്ള H+ അയോൺസ്. ബാർ നമ്മൾ പ്ലാറ്റിനം H2 ഗ്യാസ്. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, നമ്മുടെ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, എന്താണ്? സിങ്ക് ബാർ സിങ്ക് 2+, പിന്നെ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്
ബാർ ഡബിൾ ബാർ H+ ബാർ പ്ലാറ്റിനം H2. ഇതാണ് നമ്മുടെ എന്ത് വർക്കിംഗിൽ നമ്മളൊരു സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീക്കറിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ത് ചെയ്തു, HCl സൊല്യൂഷൻ ഡിപ്പ് ചെയ്തതും മറ്റേതിൽ എന്ത് ചെയ്തു, നമ്മുടെ എന്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് അത് ഒരു സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് അല്ല സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ എന്ത് വർക്കിംഗ് നോക്കാം. അപ്പൊ നമുക്ക് കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കും നോക്കാം. കാഥോഡിൽ എന്താ നടക്കാം? കാഥോഡിൽ നമ്മുടെ H+ അയോൺസ് ഉണ്ടല്ലോ, H+ അയോൺസ് വന്നിട്ട് ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുക അല്ലേ. എന്തായി മാറും? ½ നമുക്കറിയാം കാഥോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക. കാരണം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് അത് എന്തായി മാറും? റിഡക്ഷൻ റിയാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഇത് ഈ സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യൽ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾക്ക് എന്താണ് H+ അയോൺസ് ആണ് ഉള്ളത്. ബാർ അതെന്താണ് 1 മോളാർ സൊല്യൂഷനിലുള്ള H+ അയോൺസ് ആണല്ലോ. ഈ സൊല്യൂഷനിലുള്ള H+ അയോൺസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ H+ ഇൻ 1 മോളാർ സൊല്യൂഷൻ ബാർ എന്ത് വരും? നമ്മുടെ ഗ്യാസ് അതെന്താണ് H2 ഗ്യാസ് എന്തില് പ്ലാറ്റിനം ഉണ്ട് അല്ലേ. എത്രയാണ്? 1 atm പ്രഷറിലുള്ള ഗ്യാസ് അല്ലേ. അപ്പൊ 1 atm. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ അറ്റ് കാഥോഡ്. നമ്മൾ ആനോഡിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ എന്താണ്? അവിടെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാണ്? ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിന് ½ എന്താണ്? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. H++ 1 ഇലക്ട്രോൺ ആയിട്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. അതെന്ത് റിയാക്ഷൻ ആണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്കെ, എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ഇനി ഈ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് വെക്കും അല്ലേ. ഫസ്റ്റ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. പിന്നെ എന്ത് ചെയ്യും? പ്ലാറ്റിനം അറ്റ് 1 atm പ്രഷറിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? H+ അയോൺസ് അതിന് വരും അല്ലേ. ഇതാണ് ഇതിന്റെ നമ്മുടെ ആനോഡിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഇത്. ഇത് കാഥോഡിലുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇത് ആനോഡിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. കാഥോഡിലാവുമ്പോഴോ റിഡക്ഷൻ, അതായത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലോസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിന് നടക്കുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വർക്കിംഗിൽ നടക്കുന്നത് റിയാക്ഷൻസ്. എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലാണ് റിയാക്ഷൻസ് മൊത്തം നടക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിന്റെ EMF നമ്മൾ എന്താക്കി എടുത്തിട്ടുണ്ട്? 0 ആക്കി എടുത്തിട്ടുണ്ട്. EMF എന്താക്കി എടുത്തിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന്റെ EMF നമ്മൾ എന്താക്കി എടുത്തു? 0 ആക്കി എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ റിയാക്ഷൻസ് മൊത്തം എവിടെ നടക്കുക? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലാണ് നടക്കുക. അതാണ് നമ്മുടെ ആനോഡിലും കാഥോഡിലും എന്ത് വന്നത്? ഹൈഡ്രജൻ വന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലുള്ള സിങ്കിന്റെ എന്താക്കി എടുത്തു? 0 ആക്കി എടുത്തു. ഇവിടെ സിങ്കിന്റെ എന്താക്കി എടുത്തു? നമ്മൾ 0 EMF എന്താക്കി എടുത്തു? 0 ആക്കി എടുത്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? റിയാക്ഷൻസ് മൊത്തം എവിടെ നടക്കുക? കാഥോഡിലും ആനോഡിലുമാണ് നടക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കാഥോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാലമൽ ഇലക്ട്രോഡ് ആണ്. ഓക്കെ, കാലമൽ ഇലക്ട്രോഡിന്റെ വർക്കിംഗും കൺസ്ട്രക്ഷനും ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. എന്താണ് കാലമൽ ഇലക്ട്രോഡ് എന്നുള്ള ഒരു ബോട്ടിൽ ടൈപ്പ് ആണ് അല്ലെ. ഒരു ബോട്ടിൽ ടൈപ്പ് ആണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്. ഇതിന്റെ ഏറ്റവും താഴെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബ് നിറച്ച് എന്താണ്? നമ്മുടെ മെർക്കുറി ആണ്. ഓക്കെ, ഗ്ലാസ് ട്യൂബ് നിറച്ച് എന്താണ്? ഒരു മെർക്കുറി. എന്നിട്ട് എന്താ? ഇതിന്റെ അടുത്ത ലെയറിൽ മൊത്തം Hg2Cl2 പറഞ്ഞാൽ മെർക്കുറസ് ക്ലോറൈഡ് ആണ് അതിന്റെ നെക്സ്റ്റ് ലെയറിൽ വരുന്നത്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്തുണ്ട്? KCl സൊല്യൂഷൻസ് വെച്ച് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെർക്കുറിയിൽ നിന്ന് എന്തുണ്ട്? ഒരു പ്ലാറ്റിനം വയർ പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്തുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിനുള്ളത്. എന്താണ്? ഏറ്റവും ഡിപ്പിലായിട്ട് ഒരു ഗ്ലാസ് ട്യൂബിൽ എന്തുണ്ട്? മെർക്കുറി ഉണ്ട്. അതിന് നേരത്തെ ലെയറിൽ എന്തുണ്ട്? Hg2Cl2 അതായത് മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. അവിടെ നിന്ന് ഒരു പ്ലാറ്റിനം വയർ ഉണ്ട്. ഒരു പ്ലാറ്റിനം വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാറ്റിനം വയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്ലാറ്റിനം വയർ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലാറ്റിനം വയർ യൂസ് ചെയ്യുന്നത്. അതിന്റെ മുകളിലുള്ള ബാക്കിയുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? KCl സൊല്യൂഷൻ വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഇതിന്റെ സൈഡ് ട്യൂബ് ആയിട്ട് നമ്മൾ എന്തുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ഒരു സോൾട്ട് ബ്രിഡ്ജിന്റെ സൈഡിൽ അതുപോലെ തന്നെ മെർക്കുറസ് ക്ലോറൈഡും KCl സൊല്യൂഷനും. ഇതാണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ.
ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്ലാസ് ട്യൂബ് വിത്ത് മെർക്കുറി അറ്റ് ദ ബോട്ടം. അതായത് താഴെ എന്തുണ്ട്, മെർക്കുറി ഉണ്ട്. അതുപോലെ തന്നെ എ ലെയർ ഓഫ് സോളിഡ് മെർക്കുറസ് ക്ലോറൈഡ്. നമ്മൾ അതിന്റെ മുകളിലത്തെ ലെയറിൽ എന്തുണ്ട്, Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, ദ റിമൈനിങ് സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് KCl. ഇതിന്റെ ബാക്കിയുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, KCl സൊല്യൂഷൻ വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലാറ്റിനം വയർ ഈസ് ഡിപ്ഡ് ഇൻ ടു ദ മെർക്കുറി. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഒരു പ്ലാറ്റിനം വയർ എന്തുണ്ട്, ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇതിന്റെ സൈഡിൽ എന്തുണ്ട്, ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിന്റെ എന്ത്, കൺസ്ട്രക്ഷൻ. ഇതൊരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്, ആര്, കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. നമ്മൾ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ, കാലമൽ സെല്ലിന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മുടെ പ്ലാറ്റിനം അല്ലെ, പ്ലാറ്റിനം വയർ എന്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത്, മെർക്കുറി. അപ്പൊ പ്ലാറ്റിനം മെർക്കുറി ബാർ, പിന്നെ അതിന്റെ മുകളിലത്തെ ലെയറിൽ എന്താ വരുന്നത്, മെർക്കുറസ് ക്ലോറൈഡ് Hg2Cl2. പിന്നെ ബാക്കിയുള്ള സ്പേസ് മൊത്തം എന്തായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്, KCl സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ. എന്താണ്, പ്ലാറ്റിനം മെർക്കുറി ബാർ Hg2Cl2 ബാർ KCl. ഓക്കെ, ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. നമ്മുടെ ഇലക്ട്രോഡിൽ, നമ്മുടെ കാലമൽ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കാം. Hg2Cl2, അതായത് നമ്മുടെ മെർക്കുറസ് ക്ലോറൈഡ് പ്ലസ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറും, 2Hg മെർക്കുറി പ്ലസ് 2Cl മൈനസ് ആയിട്ട് മാറും. ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ഇലക്ട്രോഡിൽ നടക്കുന്നത്. ഇത് മെർക്കുറസ് ക്ലോറൈഡ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും, മെർക്കുറി പ്ലസ് ക്ലോറിൻ ആയിട്ട് മാറും. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. എന്ത്, കാലമൽ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ അതിനുള്ള മെയിൻ പാർട്സ് ഒക്കെ നോക്കാം. നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് ഓഫ് കാലമൽ ഇലക്ട്രോഡ്, അതിന് നമ്മൾ പറയുന്ന പേരാണിത്, മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിങ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ കാലമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എന്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം എന്നാണ് നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, മറ്റേ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലുള്ള പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, 2 സൊല്യൂഷൻസ് എടുത്തു. ഒന്നിൽ എന്ത് ചെയ്തു, നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്, മറ്റേ സിങ്ക് സൾഫേറ്റോ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റ് എടുക്കാം. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിൽ എന്ത് ചെയ്തു, സിങ്ക് ഇലക്ട്രോഡും ഡിപ്പ് ചെയ്തു. ഓക്കെ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, അതിൽ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. എന്നിട്ട് ഇതെന്തും, ഇത് രണ്ടിനെയും കൂടി നമ്മൾ കപ്പിൾ ചെയ്തു. അതായത് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിനെയും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനെയും നമ്മൾ കപ്പിൾ ചെയ്തു. എന്ത് വെച്ചിട്ട്, സോൾട്ട് ബ്രിഡ്ജ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ കപ്പിൾ ചെയ്തു, അതായത് കണക്ട് ചെയ്തു. 2 സൊല്യൂഷനും കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ മീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെല്ലിന്റെ ഓവറോൾ EMF നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീക്കറിൽ എന്ത് ചെയ്തു, കാലമൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു, മറ്റേ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. ഇവ തമ്മിൽ എന്ത് ചെയ്തു, ഒരു സോൾട്ട് ബ്രിഡ്ജ് വഴി കപ്പിൾ ചെയ്തു, കണക്ട് ചെയ്തു. നമ്മൾ വോൾട്ട് മീറ്റർക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഇതിന്റെ വോൾട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓവറോൾ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എന്ത് കാലമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 0.2422 ആണ്. ഓക്കെ, 0.2422 ആണ്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ്. 0.2422 ആണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിന്റെ എന്ത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ഹയർ ദാൻ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് 2+. അപ്പൊ സിങ്ക് 2+ന്റെ വാല്യൂ എത്രയാണ്, -0.76. അതിലെക്കാട്ടിലും വലുതാണ് എന്ത്, നമ്മുടെ 0.242, അതായത് നമ്മുടെ എന്ത് കാലമൽ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ്, റിഡക്ഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ റിഡക്ഷൻ റിയാക്ഷൻ ഇവിടെ നടക്കാം കാലമൽ ഇലക്ട്രോഡിലാണ്. കാരണം എന്താണ്, നല്ല അതായത് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. അപ്പൊ എന്ത് ചെയ്യും, അത് കാഥോഡിലാണ് സംഭവിക്കാം. ഇവിടെ ഏറ്റവും റിഡക്ഷൻ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ആർക്കാണ്, 0.2422 ഉള്ള കാലമൽ ഇലക്ട്രോഡ് ആണ്. കാരണം എന്താണ്, അതിന്റെ വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആവുമ്പോഴാണ് അവിടെ എന്ത് നടക്കാം, റിഡക്ഷൻ റിയാക്ഷൻ നടക്കാം. നമ്മുടെ ഇതിൽ നോക്കുക, ഒന്ന് മൈനസ് ആണ്, സിങ്കിനത് മൈനസ് ആണ്, മറ്റേത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ആണ് എന്ത്, ഹൈ, പ്ലസിനാണ് വാല്യൂ കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ കാലമൽ ഇലക്ട്രോഡിലാണ് എന്ത് നടക്കുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ റിയാക്ഷൻസ് നടക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്, ഇതാണ് സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ, ഇതാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ നമ്മൾ കാഥോഡിൽ മാനോഡിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ കാഥോഡിലാണെങ്കിൽ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ നടക്കാം. കാഥോഡ് എടുത്തു, കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കാം, റിഡക്ഷൻ റിയാക്ഷൻ. കാഥോഡിൽ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. ഇവിടെ കാഥോഡായിട്ട് നമ്മൾ ആരെ എടുത്തിട്ടുള്ളത്, നമ്മൾ കാലമൽ ഇലക്ട്രോഡ്. കാരണം എന്താണ്, അതിനാണ് ഹൈ വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും, Hg2Cl2 + 2 ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോൺ
ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറും 2Hg പ്ലസ് 2Cl മൈനസ് ആയിട്ട് മാറും അല്ലേ. 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടന്നിട്ട് അവരെന്തായി മാറും 2Hg പ്ലസ് Cl മൈനസ് ആയി മാറും. പിന്നെ നമ്മൾ ആനോഡിൽ എന്ത് റിയാക്ഷൻ നടക്കും നോക്കാം. ആനോഡ് ഇവിടെ ആരാണ്? നമ്മുടെ ആനോഡ് ആയിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ സിങ്ക് സൾഫേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ആനോഡിൽ എന്ത് റിയാക്ഷൻ നടക്കും? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ ആനോഡ് ഇവിടെ ആരാണ്? സിങ്ക് ആണ്. അപ്പൊ സിങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ, അതായത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാണ് നടക്കുന്നത്. അപ്പൊ സിങ്ക് ഗിവ്സ് സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പൊ സിങ്കിന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് ലൂസ് ആവും. ഇതാണ് ഇതിന്റെ കാഥോഡിൽ നടക്കുന്ന റിഡക്ഷനും ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷനും. ഓക്കെ, ഇതാണ് ഇതിൽ നടക്കുന്ന റിയാക്ഷൻസ്. നമ്മുടെ കാലമൽ ഇലക്ട്രോഡിന്റെ വർക്കിംഗ്, അതായത് അവിടെ നടക്കുന്ന റിയാക്ഷൻസ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് പറയുന്നത് കാഥോഡിലും ആനോഡിലും. ഓക്കെ, നമ്മൾ ഇതിന്റെ E0 സെൽ എടുത്താൽ നോക്കാം. E0 സെൽ എടുക്കുന്ന സമയത്ത് E0 സെൽ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താണ് E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ് അല്ലെ. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇവിടെ കാഥോഡ് ആരാണ്? കാഥോഡിലാണല്ലോ നമ്മൾ റിഡക്ഷൻ നടക്കുന്നത്. ആരാണ്? കാലമൽ ഇലക്ട്രോൺ ആണ്. അപ്പൊ E0 SC മൈനസ് E0 ആനോഡ് ആയിട്ടാണ് വരുന്നത് സിങ്ക് 2 പ്ലസ് അല്ലേ. അപ്പൊ നമുക്കറിയാം E0 സെൽ നമുക്ക് നമ്മൾ ഇതിന്റെ വാല്യൂ അറിയാം. കാലമൽ ഇലക്ട്രോണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്കറിയാം. നമ്മളിവിടെ പഠിച്ചു എന്താണ് 0.2422 വോൾട്ട്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് വരും? 0.2422 മൈനസ് എന്ത് വരും? E0 സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക്. ഇതാണ് നമ്മുടെ എന്ത് മെഷർമെന്റ്, അതായത് നമ്മുടെ ഒരു സെല്ലിന്റെ മെഷർമെന്റ് കാണാനുള്ള EMF കാണാനുള്ള ഇക്വേഷൻ എന്ത് യൂസിങ് കാലമൽ ഇലക്ട്രോഡ്. കാലമൽ ഇലക്ട്രോഡ് വെച്ചിട്ട് ഒരു സെല്ലിന്റെ EMF കാണാനുള്ളതാണ് ഇത്. E0 സെൽ ഈസ് ഈക്വൽ ടു 0.2422 മൈനസ് E0 സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക്. അത് സിങ്കിന്റെ സ്ഥാനത്ത് വേറെ ഏതും വരാം. അപ്പൊ കോപ്പർ ആണെങ്കിൽ കോപ്പറിന്റെ വരും, സിങ്ക് ആയതുകൊണ്ട് എന്തിന്റെ വന്നു? സിങ്കിന്റെ വന്നു. അതെന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ചേഞ്ച് വരും. ഇവിടെ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ല് അത് മാറും. പക്ഷെ നമുക്ക് ഇത് എന്തായാലും മാറില്ല. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. എന്ത്? E0 ഓഫ് കാലമൽ ഇലക്ട്രോഡ്, അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാലമൽ ഇലക്ട്രോഡ് എത്രയാണ്? 0.2422. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആണ് എന്ത്? കാലമൽ ഇലക്ട്രോഡ് വെച്ചിട്ട് എന്ത് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ കാലമൽ ഇലക്ട്രോഡിന്റെ വർക്കിംഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കാലമൽ ഇലക്ട്രോഡിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. കൺസ്ട്രക്ഷൻ ഒരു ഗ്ലാസ് ട്യൂബ് താഴെ ഉണ്ട്, ഒരു ബോട്ടിൽ ഷേപ്പ് ആണ് അല്ലേ. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. നമ്മൾ വർക്കിങ്ങും പറഞ്ഞു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഹൈഡ്രജന്റെയും പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഇത് കാര്യമായിട്ട് പഠിച്ചത് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? കാലമൽ ഇലക്ട്രോഡിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും പഠിച്ചു. അതുപോലെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും പഠിച്ചു. ഇപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ്സ് ആണ് എന്ത്? കാലമൽ ഇലക്ട്രോഡും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും അത് പഠിച്ചു. അതിന് മുന്നേ നമ്മൾ എന്ത് പഠിച്ചു? നേൺസ്റ്റ് ഇക്വേഷനും അതിനുള്ള കുറച്ച് 3-4 സിമ്പിൾ പ്രോബ്ലംസും പഠിച്ചു. അത് നമ്മൾ കാര്യമായിട്ട് പഠിച്ചത് എന്താണ്? EMF കാണാനാണ് പഠിച്ചത് അല്ലേ. EMF കാണാനുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഫസ്റ്റ് എന്താ പഠിച്ചത്? ഇലക്ട്രോകെമിസ്ട്രി എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്. ഇത്രയും കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.